സന്തോഷിക്കണം എന്നൊക്കെ പറയും തോറും ഒരു ഭാഗത്ത് ഈ ഒരു കാര്യം ഞാനുമായിട്ട് സൗഹൃദത്തിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറില്ല. അതിന്റെ ഒരു തെളിവാണ് നമ്മുടെ ലൈഫിൽ ചില ബാഡ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത്, ചില മോശം സമയങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കും. നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ ഒരു കുറ്റപ്പെടുത്തലായിരിക്കും. എന്നാലും നീ അങ്ങനെ ചെയ്തില്ലേ, അല്ല നിനക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായില്ലേ, ഒന്നുകൂടെ നന്നാക്കി ചെയ്താൽ പോരെയിരുന്നോ, എന്തിനാ അങ്ങനെ തെറ്റ് ചെയ്തത്. അതായത് നമ്മൾ മോശം സമയത്ത് നമ്മൾ അവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ജഡ്ജ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന് തന്നെയാണ്. എന്നാലോ വേറെ ഒരാൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയൊക്കെ ചെയ്താൽ നമ്മൾ റിപ്പോർട്ടഡ് ആണ്, സാരമില്ല, അറിയാതെ പറ്റിയതല്ലേ. അല്ലെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ അവര് കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇറ്റ്സ് ഓക്കെ, അത് ശരിയാവും, എന്തോ ഒരു നല്ലതിന് വേണ്ടിയായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും. പക്ഷെ ഇതേ കാര്യം നമ്മൾ എന്തേ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ശരിയാവുന്നേ തോന്നൂല. ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല, അത് എന്തോ വലിയ കാര്യമാണ്, എന്തോ നല്ലതൊന്നും വരാനേ പോകുന്നില്ല. അതായത് നിങ്ങൾ ഇവിടെ ഡിഫറൻസ് നോക്കണം, വേറൊരാളോട് എങ്ങനെയാണ് നമ്മളോട് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നല്ല മാറ്റമുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മൾ വേറൊരാളോട് ഒന്നും കൂടെ നന്നായിട്ട് പെരുമാറുന്നു, നമ്മളോട് ഒന്നും കൂടെ മോശമായിട്ട് പെരുമാറുന്നു. നമ്മളോടുള്ള ആ സ്നേഹത്തിന്റെ സെൽഫ് ലവിന്റെ കുറവ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ കുറെ ആൾക്കാർ പരാതി പറയുന്ന കാര്യമാണ്, എന്റെ ഹസ്ബൻഡ് എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്റെ മക്കളെ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്, എന്റെ ഹെൽത്ത് പോലും എന്റെ ആരോഗ്യം പോലും നോക്കാതെ ഞാൻ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, അവരെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ അതൊന്നും എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല, ആളുകൾ എന്നെ വാല്യൂ ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മള് ഒക്കെ കേട്ടിരുന്നിട്ട് അവരോട് തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഈ ഒരു സ്നേഹം ആയിക്കോട്ടെ, ബഹുമാനം ആയിക്കോട്ടെ, കാരുണ്യം ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ ചോദിക്കും. അപ്പൊ അവര് പറയും, ഏയ് അതൊന്നുമില്ല, അതൊന്നും ഞാൻ നോക്കലില്ല. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ മൈൻഡ് പവറിന്റെ രീതിയിൽ പറയുന്ന സമയത്ത് നമ്മുടെ ഔട്ടർ വേൾഡിൽ പുറത്തെ ലോകത്ത് നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എക്സ്പീരിയൻസുകൾ ഉണ്ടോ, അതൊക്കെ നമ്മുടെ ഇന്റേണൽ വേൾഡിൽ ഉള്ളതിന്റെ റിഫ്ലക്ഷൻ ആണ്, നമ്മുടെ മനസ്സിൽ തന്നെ ഉള്ളതിന്റെ റിഫ്ലക്ഷൻ ആണ്. ഇപ്പം സെൽഫ് ലവിന്റെ കാര്യത്തിലോട്ട് വരുമ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു സെൽഫ് ലവ് ഉണ്ട് എന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുള്ളൂ. നിങ്ങൾ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കുള്ളൂ, വാല്യൂ ചെയ്യുന്നുള്ളൂ. ഒന്ന് ആലോചിക്കണം, നമ്മൾക്ക് കൊടുക്കാത്തത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ. പല സമയത്ത് എന്നെ ആളുകൾ അംഗീകരിക്കുന്നില്ല, എന്നെ കുറ്റങ്ങൾ പറയുന്നു, കുറവുകൾ പറയുന്നു, ഞാൻ മോശമാണെന്ന് പറയുന്നു, ബഹുമാനിക്കുന്നില്ല. അപ്പൊ ഇതേ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എനിക്ക് കൊടുക്കുന്നുണ്ടോ, ഞാൻ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്. നമ്മൾ ഈ ഒരു ഭൂമിയിലോട്ട് ജനിച്ചു വന്ന അന്ന് മുതൽ അൾട്ടിമേറ്റ്ലി നമ്മളെ കൂടെ ഉള്ള ആള് നമ്മളാണ്, ഒരു കൂട്ട് എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾ ഈ ഒരു ജീവിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞായി പിന്നെ വളർന്ന് ഈ ഒരു ജീവിക്കുന്ന സമയത്ത് പല ആളുകളും കൂട്ടത്തിലുണ്ടാവും. പാരന്റ്സ് ഉണ്ടാവാം, ഫ്രണ്ട്സ് ഉണ്ടാവാം, പാർട്ട്ണർ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇവരെല്ലാം ഉണ്ടെങ്കിലും നമ്മളെ കൂടെ ഉള്ള ഒരാൾ നമ്മളാണ്. നമ്മളെ അപ്സ് ആൻഡ് ഡൗൺസ് അറിയുന്ന, നമ്മളെ സീക്രട്ടുകൾ അറിയുന്ന, നമ്മളെ വേദനകൾ അറിയുന്ന, നമ്മുടെ സന്തോഷങ്ങൾ അറിയുന്ന, നമ്മളെ കഴിവില്ലായ്മകളും ഇല്ലായ്മകളും എല്ലാം അറിയുന്ന ഒരാൾ നമ്മളാണ്. ഇനിയോ, ഇപ്പൊ നിങ്ങൾ എവിടെ എത്തി, ഇനി എത്ര ജീവിതകാലം അപ്പോഴും നിങ്ങളുടെ കൂടെ കോൺസ്റ്റന്റ് ആയി നിൽക്കാൻ പോകുന്ന ഒരാളും നിങ്ങളും. അതും കഴിഞ്ഞിട്ട് നമ്മളെ മരണം, ആ ഒരു സമയത്തും നമ്മളെ ഉള്ളൂ. അപ്പൊ ഈ ഒരാളെ നന്നായിട്ട് നോക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തല്ലേ, അല്ലെ. നമുക്ക് പലപ്പോഴും സ്കൂളിൽ നിന്നിട്ടും പല വിദ്യാഭ്യാസങ്ങളിലൂടെയും പല എഡ്യൂക്കേഷൻ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. അവിടെ ഒന്നും കൂടുതലും സെൽഫിന്റെ ഇമ്പോർട്ടൻസ് അറിയുന്നുണ്ടാവില്ല. പല ആളുകളും ഈ ഒരു സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നത് എപ്പോഴാ അറിയോ, നമുക്ക് എന്തെങ്കിലും ഡിപ്രഷനോ സൈക്കാട്രിക്കലി എന്തെങ്കിലും ഇഷ്യൂസോ സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോസ് നോക്കുമ്പോൾ അവിടെ പറയും സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, അല്ലെ നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യും, നിങ്ങളെ ഇഷ്ടപ്പെടൂ, ഇതിനുള്ള പരിഹാരം അതാണെന്ന് പറയും. നമ്മൾ പറയാറുണ്ട്, ഈ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മളെ നോക്കാതെ നമ്മൾ ഒരു വഴിയിലിട്ടിട്ട് നമ്മളെ തീരെ കെയർ ചെയ്യാതെ ചുറ്റുമുള്ള ആളുകൾ വേദനിപ്പിക്കുന്നതെല്ലാം ഉള്ളിലോട്ട് എടുത്തിട്ട് നമ്മൾ ആകെ സ്ട്രെസ്സായി ഡിപ്രഷനായി ഇനി എന്ത് ഇതിന് പരിഹാരം എന്ന് ആലോചിച്ച് അല്ലെ അതിനെ തേടി ഇറങ്ങുമ്പോ പറയും പരിഹാരം സെൽഫ് ലവ് തന്നെയാണ്. നമ്മൾ രോഗം വന്നിട്ട് അതിനെ ചികിത്സിക്കുന്നേക്കാൾ നല്ലതല്ലേ നമ്മൾ രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കാം. അപ്പൊ ഇപ്പോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ അറിയോ, ഇപ്പോ നമ്മളെ എങ്ങനെയാണോ ആ നമ്മളെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാന്നുള്ളതാണ്. ഈ ഒരു പോയിന്റിൽ ഞാൻ എന്നുള്ള ഒരു വ്യക്തി അല്ലെ നിങ്ങൾ എന്നുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യും, ഒരുപാട് കുറവുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടാവാം, എല്ലാം ഉണ്ട്, നമുക്ക് വീക്ക്നെസ്സും ഉണ്ട് സ്ട്രെങ്ത്തും ഉണ്ട്.
അപ്പൊ ഇതിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാരും എന്താണ്, ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആണ്. അതായത് മുഴുവനായിട്ട് നമ്മൾ പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവും. നിങ്ങൾ ഒരു വ്യക്തിനെ പുറമെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അവരെല്ലാം അടിപൊളിയാണ്, എനിക്കും അവരെ പോലെ ആയിരുന്നെങ്കിൽ, അവരെ പോലെ ക്യാരക്ടർ, അവരെ പോലെ ജോലി, അവരെ പോലെ ഫാമിലി ലൈഫ്, ഇതെല്ലാം എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നും. പക്ഷെ അവരുടെ ഉള്ളിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. എല്ലാവരും പുറമെ കാണിക്കുന്ന പാർട്ട് ഏറ്റവും ബെറ്റർ കാണിക്കുക. നമ്മൾ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും നല്ല പാർട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരിക. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനൊന്നിനും പറ്റില്ല, അവരടിപൊളിയാണ്, എനിക്കും അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ പറഞ്ഞ ആളും ഉള്ളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരാളും എന്തല്ല, പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും എന്തൊക്കെയോ വീക്ക്നെസ്സും ഉണ്ട്, അതുപോലെ സ്ട്രെങ്ത്തും ഉണ്ട്, കഴിവുകളുണ്ട്. കൂടുതൽ ആളുകളോടും നമ്മൾ അവരുടെ സ്ട്രെങ്ത് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല, നിങ്ങളെ കഴിവുകൾ എന്തൊക്കെ ചോദിക്കും അവർക്ക് പെട്ടെന്ന് അറിയൂല, കിട്ടൂല, അല്ലെങ്കിൽ അവരെന്നെ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവരെന്താവും കൂടുതൽ പറയാ, അവരുടെ വീക്ക്നെസ്സുകളാവും പറയാ. എനിക്ക് ഈ കുറവുണ്ട്. നമ്മളൊന്ന് കണ്ണാടിയിൽ നോക്കിയാൽ പോലും നമ്മൾ കാണുന്നത് നമ്മുടെ മുഖത്ത് കുരുവായിരിക്കും. നമുക്ക് കണ്ണിന് കാഴ്ച ഉള്ളത് നമ്മൾ അറിയുന്നുണ്ടാവില്ല, അല്ലെ? അപ്പൊ ഇതുപോലെ എനിക്ക് ഈ കുറവുണ്ട്, സംസാരിക്കുമ്പോൾ ആ കുറവുണ്ട്, പേടിയുണ്ട്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെ വീക്ക്നെസ്സുകൾ ഇങ്ങനെ എടുത്തു പറയും. അതേ നമ്മൾക്ക് എന്തുണ്ട്, വീക്ക്നെസ് മാത്രമല്ല ഒരു മനുഷ്യനുള്ളത്. ഒരു മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള എന്തോ ഒരു ടാലന്റ് ഉണ്ട്, എബിലിറ്റി ഉണ്ട്, ഒരു സംതിങ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എല്ലാവരും അടുത്തുണ്ട്. ചില ആളുകൾക്ക് ചിത്രം വരക്കാവും, ചില ആൾക്കാർക്ക് പാട്ട് പാടാവും. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ കഴിവൊന്നുമില്ലല്ലോ, ചിത്രം വരക്കാനും പാട്ട് പാടാനും അതൊന്നും എനിക്കില്ലല്ലോ. അത് മാത്രമല്ല ടാലന്റ് പറയുന്നത്. ചില ആൾക്കാർക്ക് നന്നായിട്ട് കേൾക്കാനുള്ള കഴിവുണ്ടാവും, ചില ആൾക്കാർക്ക് നന്നായിട്ട് സഹായിക്കാനുള്ള കഴിവുണ്ടാവും, ചില ആൾക്കാർക്കോ നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാവും, നല്ലൊരു പാരന്റ് ആയിരിക്കും, നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും. സൊസൈറ്റിയിൽ ഇതൊക്കെ ഒരു കഴിവാണ്. നമ്മളിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സ്ട്രെങ്ത് ആണ്. നമ്മളുടെ ഫോക്കസ് എങ്ങോട്ട് പോകുന്നോ അവിടുത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ ഫുൾ ടൈം നമ്മളിലെ കുറവുകൾ മാത്രം നോക്കുമ്പോൾ ആ പാർട്ട് ഒരുപാട് കുറവുകൾ നമുക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി തരും. എന്നാലോ ഇതേ നമുക്ക് ഒരു പാർട്ടിൽ എന്തുണ്ട്, ഒരുപാട് സ്ട്രെങ്ത്തുകളും ഉണ്ട്. അപ്പൊ അതിലോട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ വീക്ക്നെസ്സും ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ 17 ആളുകൾ, നമുക്ക് ഒരുപാട് കുറവുകളും ഉണ്ടാവും, കഴിവുകളും ഉണ്ടാവും. ഈ ഒരു സ്ട്രെങ്തിനെയും വീക്ക്നെസ്സിനെയും അതായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പോ നമ്മൾ എങ്ങനെയാണ്, അത് പെർഫെക്റ്റ് ആണ്, അത് ആദ്യം ഉൾക്കൊള്ളുക. നമ്മൾ ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആണ്, നമ്മൾ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആണ്, നമ്മൾ ആരും ഇവിടെ ഭൂമിയിൽ വരേണ്ട ആവശ്യമില്ല. നമ്മൾ തമാശക്ക് പറയൂ അല്ലെ, ഭൂമിയിൽ വരണ്ട, എന്നാ പിന്നെ അവിടെ തന്നെ ഇരുന്നാ പോരെയിരുന്നോ എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോ എങ്ങനെയാണോ, നിങ്ങൾ എന്നുള്ള വ്യക്തിക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ, ഇറ്റ്സ് ഓക്കെ, ഉണ്ടായിക്കോട്ടെ, അല്ലെ? എനിക്കൊരു കുറവുണ്ട്, ഞാൻ എന്നെ അത് വലിയ പ്രശ്നമാക്കി എടുക്കുമ്പോഴേ അത് പ്രശ്നമാവുള്ളൂ. എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ഒരു കുറവുണ്ട്, എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്, അത് എനിക്ക് മനസ്സിലായി. പിന്നെ വേറൊരാൾ വന്ന് എന്നെ കളിയാക്കുമ്പോൾ എന്നോട് പറയാ, എന്താ നിനക്ക് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറയാം, അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നൂല, കാരണം ഇറ്റ്സ് ഓക്കെ, എനിക്കത് ഓൾറെഡി അറിയാം. മാറ്റാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇനി മാറ്റാൻ പറ്റാത്ത കാര്യം ഇറ്റ്സ് ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കുറവുകൾ പറഞ്ഞ് വേറൊരാൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ പോലും പറ്റൂല. പല സമയത്തും മറ്റൊരാൾക്ക് നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അവർക്കായിട്ട് ഒരു വാതില് തുറന്നു കൊടുത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് പറ്റുന്നത്. ഇപ്പൊ പല ആളുകൾക്കുള്ള ഒരു പ്രശ്നമല്ല, ആഗ്രഹമാണ്, എനിക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഗോൾസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, എനിക്ക് ആ നിലയിലെത്തണം, ഈ ഒരു പ്രൊഫഷനിൽ എത്തണം, ഞാൻ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുക, പിന്നെ എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, ഇനി ചെയ്തൂടെ? ബട്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് കുറവുകളും കൂടെ ഉണ്ട്, ഇങ്ങനെ ഒരു കുറവ് ഉള്ളതുകൊണ്ട്, ഇങ്ങനെ ഒരു വീക്ക്നെസ് ഉള്ളതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റാത്തത്, എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, കോൺഫിഡൻസ് കുറവുണ്ട്, ഈ ഒരുപാട് കുറവുകളുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് എത്താൻ പറ്റാത്തത്. നമ്മളുണ്ടല്ലോ, ഇപ്പോ നമ്മൾ ആരാണ്, നമുക്ക് എന്തൊക്കെ കുറവുകൾ ഇപ്പോ ഉണ്ട്, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് നമ്മളൊന്ന് ചിന്തിക്കാം, പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു, അതിൽ നിന്നിട്ട് ഞാൻ എത്ര മാറി. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഉള്ള നമ്മൾ എന്താണ്, ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എന്നും ഒരുപോലെ അല്ല, പണ്ടത്തേനേക്കാളും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്.
അപ്പൊ എന്താണ് അങ്ങനെ നമ്മളെ ഫുള്ളായിട്ട് നമ്മൾ പണ്ട് ഞാൻ എന്തായിരുന്നു, ഞാൻ എത്ര മാറി, ഇപ്പൊ ഞാൻ എങ്ങനെയാണ്, ഇനി ഞാൻ എത്ര മാറാനുണ്ട്, ഇതൊക്കെ ഒരാൾ സ്വയം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ട് അവരുടെ സെൽഫുമായിട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനെ ഞാനുമായിട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുമ്പോൾ മാത്രമേ എനിക്ക് എന്റെ കൂട്ട് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്റെ കൂടെ ഭാവിയിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെയ്യാത്ത കാലം വെച്ച് ഓടാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ടാവും. അതായത് വെയ്യാത്ത കാലം എങ്ങനെയായിരിക്കും, നമ്മൾ ഒരുപാട് ഓടാൻ നോക്കിയാൽ എത്തൂല, കാല് വീണ്ടും വീണ്ടും മുറിവാകും. അതുപോലെയാണ് നമ്മൾ നമ്മുടെ സെൽഫിനെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നു, കുറ്റപ്പെടുത്തും. ഞാനൊന്നിനും പറ്റൂല, എനിക്ക് ആ കുറവുണ്ട്, ഞാൻ ഇങ്ങനെയാണ്, അല്ലെ അവരാണ് അടിപൊളി, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നു. നമ്മളെ സ്വയത്തിനെ എപ്പോഴും താഴ്ത്തി താഴ്ത്തി കൊണ്ടുവന്നിട്ട് നമ്മൾ എനിക്ക് ഇനി ഭാവിയിൽ ഉയരത്തിലെത്തണം എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് ഏതുപോലെയാണ്, വെയ്യാത്ത കാലം വെച്ച് ഓടാൻ പോകുന്ന പോലെ. അതുകൊണ്ട് ആദ്യം നമ്മളൊന്ന് ഓക്കെ ആക്കുക. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നിൽ എന്തൊക്കെ കുറവുകളുണ്ട്, ഇറ്റ്സ് ഓക്കെ, ആ രീതിയിൽ ഞാൻ എന്നെ ആക്സെപ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഇത് മാറ്റാൻ നമുക്ക് ചില കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, ചില സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം, നമ്മളുടെ ചില കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി പറ്റും. ഇനി മാറ്റാൻ പറ്റാത്തതാണ്, ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമ്മളെ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഭാവിയിലോട്ട് നല്ലൊരു ലെവലിൽ നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് നമുക്ക് രാജാവിനെ പോലെ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബെഗറെ പോലെ ആവാം. അപ്പൊ ഈ രാജാവ് എന്താ ചെയ്യാറുള്ളത്, രാജാവിന്റെ അടുത്ത് ഒരുപാട് ഉണ്ടാവും അല്ലെ, കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ രാജാവിന് അത് സെർവ് ചെയ്യേണ്ടി വരും ഒരുപാട് ആളുകൾക്ക്. എന്റെ അടുത്ത് ഒരുപാട് ഉണ്ടെങ്കിൽ ഞാൻ അതിങ്ങനെ കൊടുക്കും. ആ കൊടുക്കുന്നതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്, അല്ലെ. ഇനി അത് ബെഗർ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ, ആളെടുത്ത് ഒന്നും ഇല്ല, ഇല്ലാത്തത് കൊണ്ട് കുറെ ആളുകൾ എടുത്തുനിന്ന് ഇങ്ങനെ യാചിക്കും, എനിക്ക് തരോ എനിക്ക് തരോ എനിക്ക് തരോ എന്നുള്ളത്, അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെയാണ് സ്നേഹത്തിന്റെ കേസിലും. നമ്മളെ ഉള്ളിൽ സ്നേഹം, നമ്മൾ എന്നുള്ള കപ്പ് ഒരു കപ്പായിട്ട് സങ്കല്പിക്കുക, അല്ലെ ഒരു ബോട്ടിലായിട്ട് സങ്കല്പിക്കുക. എന്റെ കുപ്പിയിലുള്ള വെള്ളം, എന്റെ കപ്പില് വെള്ളം ഇല്ലെങ്കിലല്ലേ ഞാൻ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ചോദിക്കുള്ളൂ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ, കുറച്ച് വെള്ളം തരുമോ. അതുപോലെ തന്നെ നിങ്ങളെ ഉള്ളിൽ സ്നേഹം ഇല്ലെങ്കിലാണ് നമ്മൾ എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കോ, എന്നെ ആരെങ്കിലും ഒന്ന് പരിഗണിക്കോ, എന്നെ ആരെങ്കിലും ഒന്ന് ബഹുമാനിക്കോ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുക. നേരെ മറിച്ചിട്ട് നിങ്ങളെ ഉള്ളിൽ ആവശ്യത്തിലേറെ നിങ്ങളെ കയ്യിൽ സ്നേഹമുണ്ട്, അതായത് നിങ്ങളെ കപ്പിൽ ആവശ്യത്തിലേറെ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ, അതങ്ങനെ കൊടുത്തോണ്ടിരിക്കും, ആ കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും, അല്ലെ. അതുപോലെ തന്നെ നമ്മൾ എത്ര കൊടുത്താലും നമ്മളെ കയ്യിൽ വലിയൊരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ ഇങ്ങനെ വെള്ളം എത്രയോ വന്ന് നിറയുന്നു, അങ്ങനെ ഇങ്ങനെ നിറയുന്നു. നമ്മളത് ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നു, ആ കൊടുക്കുമ്പോൾ അത് വാങ്ങുന്ന ആളുകളുടെ സന്തോഷം കണ്ട് നമ്മളെ മനസ്സ് നിറയുന്നു വീണ്ടും. അപ്പൊ അതെന്താണ്, ചില കിണറുകളില്ലേ, എത്ര വെള്ളം എടുത്താലും വറ്റാത്ത കിണർ, അതുപോലെയാണ് അതുപോലെ നമ്മളെ കയ്യിലുള്ള ടാങ്ക്, നമ്മൾ എന്നുള്ള ടാങ്കില് സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കും. അത് നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ മക്കള്, ഇവർക്ക് ഇങ്ങനെ കൊടുക്കും. നമ്മളിങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മൾക്ക് അത് കൊടുക്കുന്നതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുക. നേരെ മറിച്ചിട്ട് നമ്മളെ കപ്പില് വെള്ളം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ യാചിക്കും, എനിക്ക് തരും എനിക്ക് തരും, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ആരും അഭിനന്ദിക്കുന്നില്ല, എന്നിങ്ങനെ തേടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ജീവിതകാലം മുഴുവൻ യാചിച്ചോണ്ട് ജീവിക്കും, പരാതിപ്പെട്ടോണ്ട് സങ്കടപ്പെട്ടോണ്ട് ഇരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് എന്ത് പറയാ, എന്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എന്റെ മക്കളെ നോക്കുന്നില്ല, എന്നെ ആരും ബഹുമാനിക്കുന്നില്ല, എന്നെ ആരും വാല്യൂ ചെയ്യുന്നില്ല, ആളുകൾക്ക് ആർക്കും എന്നെ ഇഷ്ടമില്ല. അതെന്തുകൊണ്ടാ, നിങ്ങളെ അടുത്ത് എന്തോ ലാക്കിങ് ആ, എന്തോ സംതിങ് കുറവുണ്ട്. നമ്മളെ അടുത്ത് ഇല്ലാത്തതല്ലേ നമ്മൾ ചോദിച്ചോണ്ടിരിക്കുള്ളൂ. എന്റെ ഉള്ളിൽ ആവശ്യത്തിലേറെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരടുത്തൊന്നും ചോദിക്കൂല, ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളെ ഉള്ളിൽ എന്തോ സംതിങ് ലാക്കിങ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, സ്നേഹമാണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മളെ അടുത്ത് അതില്ല, നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ അത് കുറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ആരെങ്കിലും എന്നെ ഒന്ന് ബഹുമാനിച്ചിരുന്നെങ്കിൽ, അത് ഇങ്ങോട്ട് നമ്മളെ തേടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ നമ്മളെ ഒന്നിലും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, പ്രശംസിക്കുന്നില്ല, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ആരെങ്കിലും ഒന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് പ്രശംസിച്ച് അപ്പൊ ഒരു ഹാപ്പിനെസ് കിട്ടും, അപ്പൊ ഒന്ന് ബൂസ്റ്റ് ആവും. അപ്പൊ എനിക്ക് തോന്നും ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളത്. ഈ എന്തൊക്കെയോ ആണെന്നുള്ളത് വേറുള്ളവർ പറയാൻ വേണ്ടി കാത്തിരുന്നാല്, ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, ഞാനൊന്നും അല്ല എന്നുള്ളത്. അപ്പം അത് സെൽഫിനെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, സ്വയത്തിനെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളിൽ അത് നിറഞ്ഞു നിൽക്കും. അപ്പൊ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അത് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആവശ്യത്തിലേറെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അഭിനന്ദിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു, എന്നെ വാല്യൂ ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും, ഞാൻ ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും അത് എന്റെ ചുറ്റുമുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല.
അത് മാത്രമല്ല, എന്റെ ചുറ്റുമുള്ളവർ വീണ്ടും എനിക്ക് അഭിനന്ദനവും സ്നേഹവും പ്രശംസയും തരുമ്പോൾ എനിക്കത് ബോണസ് ആയിട്ടാ തോന്നാം. കാരണം എന്റെ കയ്യിൽ ആവശ്യത്തിലേറെ ഉണ്ട്. അവര് വീണ്ടും തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാ, ആ തന്നോളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇനി അവരെനിക്ക് തന്നില്ലെങ്കിലോ, യാതൊരു പ്രശ്നമില്ല, കാരണം എന്റെ ഉള്ളിൽ അതുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നത് സെൽഫിഷ്നെസ് അല്ലേ, സ്വാർത്ഥത അല്ലേ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല, സ്വാർത്ഥത വേറെയാണ്. സ്വാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്കെല്ലാം ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണം, ഞാൻ വേറെ ആർക്കും അത് കൊടുക്കൂല, അല്ലെങ്കിൽ എനിക്കെല്ലാം വേണം, വേറെ ആർക്കും അതിലില്ല, അതാണ് സ്വാർത്ഥത. അതല്ല. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല. നമ്മള് നമ്മളെ സ്നേഹിക്കുമ്പം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. മെന്റലി നമ്മൾ ഓക്കെ ആവും, ഒരുപാട് സ്ട്രെസ് കുറയും, ആൻസൈറ്റി കുറയും, ഡിപ്രഷൻ കുറയും. ആ രീതിയിൽ നമ്മൾ മെന്റലി ഒരുപാട് ഓക്കെ ആവും. ഇനി ഫിസിക്കലിയോ, നമ്മുടെ ഫേസിലൊക്കെ ഒരു ഗ്ലോ വരാൻ വേണ്ടി തുടങ്ങും. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഞാൻ അടിപൊളിയാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കഴിവുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എന്നെ ഞാൻ തന്നെ സ്നേഹിക്കുന്നു, എന്റെ സ്കിൻ കെയർ റുട്ടീൻസ് ചെയ്യുന്നു, എനിക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു, എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കൊടുക്കുന്നു. ഇങ്ങനെ ഞാൻ എന്നെ ഒരു രാജാവിനെ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ എന്നിൽ ഒരു കോൺഫിഡൻസ് ആൾക്കാർക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മളെ ജീവിതം ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് മാറുകയേ ചെയ്യുള്ളൂ. അല്ലാതെ ഒരിക്കലും സെൽഫിഷ്നെസ് ആയിട്ട് മാറൂല. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ചുറ്റുമുള്ളവർക്കും ഒരുപാട് തലവേദന മാറിക്കിട്ടും. കാരണം എന്താ അറിയോ, ഈ സ്വയം സ്നേഹിക്കാത്ത ആളുകളാണ് എന്ത് ചെയ്യുക, മറ്റുള്ളവരെ പലപ്പോഴും കുറ്റം പറയാറുള്ളത്. അതായത് എനിക്ക് അവര് തരുന്നില്ല, ഇവര് തരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെ അഭിനന്ദിക്കുന്നതും നമ്മളെ വാല്യൂ ചെയ്യുന്നതും നമ്മളെ കൂടെയുള്ളവർക്ക് ഒരു ബാധ്യത ആയിട്ട് മാറും. കാരണം നമ്മളിത് അവരിൽ ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക, തരൂ, ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് തന്നിട്ട് വേണം എനിക്കൊന്ന് ഫുള്ളായിട്ട് ഫീൽ ചെയ്യാൻ. അപ്പൊ അവരെങ്ങാനും തന്നിട്ടില്ലെങ്കിൽ നമ്മൾക്കും അത് തലവേദന, അവർക്കും അത് തലവേദന. നമ്മളെ സ്നേഹിക്കാത്തത് നമുക്ക് മാത്രമല്ല അതിന്റെ ബുദ്ധിമുട്ട് വരിക, നമ്മളെ കൂടെ ഉള്ളവർക്കും അതൊരു തലവേദനയുടെ ഒരു ബാധ്യതയായിട്ട് മാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, പല റിലേഷൻഷിപ്പ് കേസുകളിലും കണക്ഷന് മാറിയിട്ട് അല്ലെ, അറ്റാച്ച്മെന്റ് രീതിയിൽ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ആ ഏതൊരു പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തി സ്വയത്തെ സ്നേഹിക്കുന്നില്ല. ഹസ്ബൻഡ് ഇങ്ങോട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ മാത്രമേ ഞാനൊരു സ്നേഹിക്കപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുള്ളൂ, ഞാൻ ബഹുമാനിക്കപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഒരാൾ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കണം, അപ്പൊ എന്താണ്, അയാൾ എപ്പോഴും കൂടെ വേണം. ഒരു മെസ്സേജിന് ടിക്ക് വന്നിട്ടില്ലെങ്കിൽ പ്രശ്നം, കോൾ അപ്പൊ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം, എന്നോട് ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം, അല്ലെ ബ്ലൂ ടിക്ക് കണ്ടിട്ടില്ലെങ്കിൽ പ്രശ്നം. ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഇത്ര പ്രശ്നമാക്കണം എന്തിനാ? നമ്മള് ആ ആള് നമ്മളെ എപ്പോഴും ഇങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കണം, ആ ആള് നമ്മളെ കൂടെ തന്നെ എപ്പോഴും വേണം. ആ ഒരു അറ്റാച്ച്മെന്റ് ലെവലിൽ നിൽക്കുമ്പോ എന്താണ്, നമ്മൾ അവരിൽ നിന്ന് എപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ്, അവർക്ക് നമ്മൾ ആദ്യമൊക്കെ അതിങ്ങനെ തന്നുകൊണ്ടിരിക്കും, കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാധ്യത ആയിട്ട് മാറും. അപ്പൊ എന്താണ്, പോസസീവ്നെസ് കൂടുതലാണ്, അല്ലെങ്കിൽ എപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് അത് മാറിയിട്ട് അവിടെ എൻഡ് ചെയ്യും. ആ രീതിയിലാണ് കൂടുതൽ പോവാറുള്ളത്. അപ്പോൾ സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ്, നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയാൽ നിങ്ങളെ ലൈഫ് മാത്രമല്ല ബെറ്റർ ആവുക, നിങ്ങളെ കൂടെയുള്ളവരുടെ ലൈഫ് കൂടെ ബെറ്റർ ആവും. നേരത്തെ ചോദിച്ച പോലെ നിങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കണോ, ബെഗറെ പോലെ ജീവിക്കണോ? നമ്മൾ നമ്മുടെ സെൽഫിനെ നന്നായിട്ട് സ്നേഹിച്ച് നന്നായിട്ട് കെയർ ചെയ്ത് നമ്മളെ തന്നെ ബഹുമാനിച്ച് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. നമ്മളെ കൂടെയുള്ളവരെയും നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങും. അല്ലെ, അവരെയും ബഹുമാനിക്കും. ഞാൻ എന്നോട് എപ്പോഴും എന്താ ചെയ്യുക, അതന്നെയല്ല ഞാൻ എൻ്റെ ചുറ്റിലുള്ളവരോടും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, അല്ലെ. അപ്പൊ ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറും. അപ്പൊ നമ്മൾക്കും അവർക്കും ജീവിക്കാൻ നല്ല സുഖമായിരിക്കും. നമ്മൾ മറ്റുള്ളവർ ആർക്കും ഒരു സ്നേഹം കൊണ്ടൊരു ബാധ്യത ആയിട്ട് മാറൂല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി ഫുള്ളി ഓക്കെ ആണ് എന്നുള്ള സ്റ്റേറ്റിലെത്തും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഇനി നമുക്ക് അത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ. കാണാൻ പറ്റുന്നില്ലേ? ആരെങ്കിലും ഒന്ന് പറയോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട്. ഹലോ. കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. കാണുന്നുണ്ട്.
അപ്പോ ഇവിടെ നമ്മൾ കുറച്ച് നമ്മളോടൊരു ഞാൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലേ. നമ്മൾ നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രശ്നമാണ്, മറ്റുള്ളവർക്കും അതൊരു പ്രശ്നമായി മാറും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം എങ്ങനെയാണ് ഇത് നമ്മൾ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കി കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അതിൽ ഫസ്റ്റ് വേസ് ടു പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. നമുക്ക് നമ്മളോട് തന്നെ ഒരു ലവ് അല്ലെങ്കിൽ ഒരു കമ്പാഷൻ ഒക്കെ കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതിൽ ജസ്റ്റ് പോയിന്റ് ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്രീഫ് ആക്കിയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അക്നോളജ് ദാറ്റ് യു ആർ സ്ട്രഗിളിങ്. നമ്മൾ പല സമയത്തും നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും അല്ലേ. നമ്മുടെ ഹെൽത്ത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, മെന്റലി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ നമ്മളത് കാണാത്ത പോലെ നിൽക്കും. എന്നിട്ട് നമ്മൾ ആഗ്രഹങ്ങളിലോട്ട് എത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കാവും, ഫാമിലിക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, അതെല്ലാം വേണം. പക്ഷെ നിങ്ങൾ എന്നുള്ള ഒരാളെ മൈൻഡ് പോലും ചെയ്യാതെ ചില സമയത്ത് നമുക്ക് മെന്റലി ഫിസിക്കലി ഒരുപാട് സ്ട്രഗിൾസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് പോലും കൊടുക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ പറയും, ഞാൻ അവരെ അങ്ങനെ നോക്കിയില്ല ഇങ്ങനെ നോക്കിയില്ല, എനിക്ക് അതൊന്നും തിരിച്ചു കിട്ടിയില്ലല്ലോ, എൻ്റെ ഹെൽത്ത് പോയല്ലോ എന്നുള്ളത്. അപ്പൊ അവര് പല ആളുകളും തിരിച്ചു ചോദിക്കും, നിങ്ങളോട് ആരാ എന്നെ അങ്ങനെ നോക്കാൻ വന്നത് എന്നുള്ളത്. ലാസ്റ്റ് ഇങ്ങനത്തെ ചോദ്യമായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പൊ അതിനപ്പുറത്തേക്ക് നിങ്ങളിപ്പോൾ മെന്റലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും നിങ്ങൾ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കാണാത്ത പോലെ നടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നുള്ള ആളാണ് നിങ്ങൾ കൂടെ ഫുൾ ടൈം ഉണ്ടാവുക. അപ്പൊ അതിനൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ കണ്ടിട്ട് അക്നോളജ് ചെയ്യുക അല്ലെ, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഉണ്ട്, ഞാനിപ്പോ ഇത്തിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ട് പോയിരിക്കാണ്. ചില സമയത്ത് നമുക്ക് വല്ലാതെ മെന്റലി ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും, അയ്യോ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ, എനിക്ക് എന്തുകൊണ്ടാ പറ്റാത്തത്, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്. അതേ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഉള്ളിനോട് ചോദിക്കുന്ന സമയത്ത് ഞാനിപ്പോ കുറച്ച് മെന്റലി ഡൗൺ ആണ്, ഞാനിപ്പോ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവാണ്. അപ്പൊ നമ്മൾ അതിനെ മനസ്സിലാക്കുക, ഞാനിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത്. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട് നമ്മുടെ സെൽഫിന്. അപ്പം അക്നോളജ് ദാറ്റ് യു ആർ സ്ട്രഗിളിങ്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക, ഇറ്റ്സ് ഓക്കെ, ഞാനിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാണ്, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് പറ്റാത്തത്. അതാദ്യം അതൊരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ദാറ്റ് യു ആർ ഇംപെർഫെക്റ്റ് ആൻഡ് ദാറ്റ്സ് നോർമൽ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരും പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ഇവിടെ ഇല്ല. എല്ലാവർക്കും എന്തെങ്കിലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും. കുറവുകൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. മേ ബി മറ്റുള്ളവരെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഹൈറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല, കളർ ഇല്ല, നമുക്ക് ആ കഴിവില്ല ഈ കഴിവില്ല എന്ന് പറയുന്നുണ്ടാവും. മറ്റുള്ളവരെ കണ്ണുകളിലൂടെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ആർക്കും തോന്നിയിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ടാവും, ഞാൻ ഓക്കെ അല്ല, ഞാൻ ഓക്കെ അല്ല, എനിക്ക് എന്തോ കുറവുണ്ട്. ഫസ്റ്റ് മനസ്സിലാക്കുക, ഇവിടെ ഫുള്ള് പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആണെന്നും ഇത് നോർമൽ ആണ്, ഇങ്ങനെ തന്നെ എല്ലാവരും എന്നുള്ളത് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് എന്ത്, ഗിവ് യുവർ സെൽഫ് കോംപ്ലിമെന്റ്സ് ആൻഡ് അക്സെപ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം അതേഴ്സ്. അതായത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കോംപ്ലിമെന്റ്സ്, നല്ല വാക്കുകളൊക്കെ കൊടുക്കുക. ആ, ഞാൻ അടിപൊളിയായല്ലോ, ഞാൻ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, അപ്പൊ ഞാൻ ഉഷാറാണല്ലേ, ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയപ്പോൾ നല്ല രസമുണ്ടല്ലോ. നമ്മൾ നമ്മളോട് തന്നെ പറയാം. അവിടെ കിട്ടുന്ന ഒരു ഇത്, ഞാൻ മേ ബി ഇതിലുള്ള ചില ആളുകൾക്കെങ്കിലും ഇതൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ കാര്യമല്ലേ തോന്നും, പക്ഷെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുക. നമ്മൾ വിചാരിക്കും ലൈഫ് മാറാണ്, എന്തോ വലിയ സീക്രട്ട് ഉണ്ടെന്നുള്ളത്. ചെറിയ ചെറിയ പൂട്ട് താക്കോലായിരിക്കും വലിയ പൂട്ടിനെ തുറക്കുക പറയും. അതേപോലെ തന്നെയാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു മെന്റൽ ബെനിഫിറ്റും ഒരു ഹാപ്പിനെസ്സും പീസും നമ്മൾ അനുഭവിച്ച് അറിയേണ്ട വേണം. പല സമയത്തും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു, അത് നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ചെയ്താലും അതിലുള്ള എന്തോ ഒരു പോയിന്റ് കുറഞ്ഞു തെറ്റിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഉള്ള ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ ഒരു 1 മന്ത് 2 മന്ത് നമ്മൾ അത് ആലോചിച്ചിട്ട് നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തും, എന്നാലും അത് തെറ്റിപ്പോയില്ലേ. അപ്പൊ അതേ നമ്മളുള്ളിൽ നമ്മളൊരു സെൽഫ് ഉണ്ട്. ആ ആള് തിരിച്ചു ചോദിക്കും, ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് എടുത്തില്ലേ, എന്നിട്ട് നീ അതൊന്നും കണ്ടില്ലല്ലോ, നീ ആ ഒരു കുറ്റല്ലേ കണ്ടോളൂ എന്ന് തിരിച്ചു ചോദിക്കും. ഒന്ന് ആലോചിക്കണം, അതിനെത്ര വേദന ഉണ്ടാവും. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കുട്ടിയെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചൈൽഡ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ബെസ്റ്റ് സെൽഫ് ഉണ്ട്, സ്നേഹം കൊതിക്കുന്ന, ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, ബഹുമാനിക്കുന്ന, വാല്യൂ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ എപ്പോഴെങ്കിലും നോക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ?
നമ്മൾ മറ്റുള്ളവരെ കോംപ്ലിമെന്റ് കൊടുക്കും, അവരടിപൊളിയാണ്, അവർ ഉഷാറാണ് കാരണം നമ്മളെ മാറ്റി നിർത്തും. ഈ നമ്മൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ആരും വന്ന് തരാനാണ്. അതാ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങളെ സ്നേഹിക്കുള്ളൂ. നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചാൽ മാത്രമേ മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കുള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാത്തതൊന്നും പുറത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താ, നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് ആർക്കാണ് അതിന് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മൾക്ക് നല്ല കോംപ്ലിമെന്റ്സ് കൊടുക്കുക. ഇന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ലുക്ക് ആയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നീ നല്ലൊരു മദറാണ് കേട്ടോ, മക്കളൊക്കെ നല്ലപോലെ നോക്കുന്നുണ്ട്, നമ്മളിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, കോംപ്ലിമെന്റ്സ് കാര്യങ്ങളൊക്കെ പറയുക. അതുപോലെ കൂട്ടത്തിൽ തന്നെയാണ് മറ്റുള്ളവരെ നമ്മളോട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാണ്. ശാല നീ ഈ പറഞ്ഞത് നല്ലതാട്ടോ, അല്ലെങ്കിൽ നീ ഈ ഫുഡ് ഉണ്ടാക്കിയ നല്ലതാട്ടോ. പല ആളുകൾക്കുള്ള ഒരു ബ്ലോക്കാണ് ആരെങ്കിലും നല്ലത് പറയുമ്പോൾ സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. അവർ കളിയാക്കി പറയാണോ, ഇത് ഉള്ളത് തന്നെ ആണോ, അല്ലെങ്കിൽ അല്ലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അതെന്തുകൊണ്ടാ, നമ്മൾ അതിന് മാത്രം ഒന്നും ഇല്ല എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പലപ്പോഴും അവർ യാഥാർത്ഥ്യവും തുറന്നു പറയുന്നുണ്ടാവാം, നിങ്ങൾ ഈ ഫുഡ് ഉണ്ടാക്കിയ നല്ല രസമുണ്ട്, നിങ്ങളെ ക്യാരക്ടർ നല്ല അടിപൊളിയാണ്, നിങ്ങളെ വോയിസ് നല്ല രസമാണ്. ഇന്ന് ആളുകൾ നമ്മളോട് തുറന്ന് പറയാണ്, സിൻസിയർ ആയിട്ട് പറയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യൂല. നമ്മളത് അതൊന്നുമില്ല പറയും. പകരം അവരെന്തെങ്കിലും ഒരു തമാശക്ക് എന്തെങ്കിലും കുറവുകൾ പറയുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കും. അത് എന്നെ കുറിച്ച് എന്നെ പറഞ്ഞത്, എന്നെ ഉദ്ദേശിച്ചിട്ട് എന്നെ പറഞ്ഞത്, എന്നിട്ട് എന്ത് ചെയ്യും, ആ ലൈഫ് ലോങ് അത് എടുത്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് എന്നാലും അവരെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ ശരിക്കും അങ്ങനെയാണ്, ഞാൻ ശരിക്കും മോശമായിട്ടുള്ള ആളാണ്, എന്നിൽ ശരിക്കും അങ്ങനെ ഒരു കുറവുണ്ട് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഗിവ് യുവർ സെൽഫ് കോംപ്ലിമെന്റ്സ്. നിങ്ങൾ നിങ്ങളോട് നല്ലത് പറയുന്നതിന് നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കി. ആൻഡ് അക്സെപ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ സ്വീകരിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ഇൻ സെൽഫ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ നമ്മളെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് പല സമയത്തും ഞാനൊരു വാലിഡ് അല്ല, എനിക്ക് വാല്യൂ ഇല്ല, ഞാനൊരു കുറവാണ് എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങാം. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ കോഴ്സ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങളെ സെൽഫിനെ ഇമ്പ്രൂവ് ആകുന്ന എന്തെങ്കിലും ചെയ്തു തുടങ്ങാം. ഇനിയിപ്പോൾ സ്കിൻ കെയർ റുട്ടീൻസ് ആയിക്കോട്ടെ, അതായാലും നമ്മളത് ചെയ്ത് ഡെയിലി നമ്മുടെ സ്കിന്നിനെ കാര്യങ്ങൾ കെയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മളോട് തന്നെ ഒരു സ്വയം ഇഷ്ടം തോന്നിപ്പോവും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ ബോഡീനെ ഒന്ന് ഫിറ്റ് ആക്കാൻ വേണ്ടി ജിമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി നടക്കാൻ വേണ്ടി പോവുക. നിങ്ങളെ ബോഡിയിലോ നിങ്ങളെ മൈൻഡിലോ നിങ്ങളെ സോളിന് ഉപകാരം ഉണ്ടാകുന്ന എന്തിലെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പം നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, എന്നിട്ട് മറ്റുള്ളവരെ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ട് അതിൽ കിട്ടുന്ന ബെനിഫിറ്റ് കണ്ടിട്ട് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യും. അതുകൊണ്ട് കാര്യമില്ല. കാരണം അവരെ സെൽഫിൽ അവരെ മൈൻഡ് നന്നാക്കാൻ വേണ്ടി, അവരെ ബോഡി ഫിറ്റ് ആക്കാൻ വേണ്ടി, സോളിന് വേണ്ടി, പ്രൊഫഷന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് കിട്ടുന്ന റിട്ടേൺസ് ആണത്. അത് അവർ അർഹിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ അർഹിക്കുന്നില്ല എന്നുള്ളതല്ല, അവരത് ചെയ്തത് കൊണ്ട് അവർക്ക് കിട്ടുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നമ്മളെ കമ്പയർ ചെയ്തിട്ട് എന്താ കാര്യം. നമ്മളിൽ എന്താ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി, അപ്പം നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ ഒരു പാർട്ടാണ് നിങ്ങൾ ഇപ്പൊ ഒരു സെഷൻ കേൾക്കുന്നത്. ഈ ലോകത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അല്ലെ. മക്കളെ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം, ഫാമിലിക്ക് വേണ്ടിയിട്ട് ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അതിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ, ഷുവർ ആയിട്ടും അതിന് നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാവും. അത് ക്യാഷിന്റെ രൂപത്തിൽ തന്നെ കിട്ടണം എന്നില്ല. ഞാൻ എന്റെ മൈൻഡിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ കുറച്ച് സമയം, നിങ്ങളത് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇത് നിങ്ങൾ കൊടുത്താൽ ഇതിൽ നിന്ന് കിട്ടുന്ന ചില പോയിന്റ്സ് ആവും നിങ്ങളെ വേറെ ഏതെങ്കിലും സമയത്ത് നിങ്ങളെ രക്ഷിക്കുക. അന്ന് അത് കേട്ടിരുന്നല്ലോ, ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാലോ. അപ്പൊ നിങ്ങൾ വാലിഡ് ആണ്, നിങ്ങൾ കുറച്ചും കൂടി മൂല്യം വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ബുക്സ് വായിക്കുക, നല്ല കോഴ്സിന് ജോയിൻ ചെയ്യുക, പഠനം നിർത്തിയവരാണെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മളായിട്ട് തീരുമാനമെടുത്ത് എന്തെങ്കിലും ചെയ്തു തുടങ്ങി അതിന്റെ റിസൾട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളോട് തോന്നുന്നൊരു ബഹുമാനമുണ്ട്, നമുക്ക് നമ്മളോട് തോന്നുന്നൊരു വാല്യൂ കൂടും. അപ്പൊ എന്താണ്, പുറത്തുനിന്ന് ആരും നമ്മൾ അടിപൊളിയാണ്, നമ്മൾ കുറച്ച് വാല്യൂ ഉയർന്ന ആളാണെന്ന് പുറത്തുനിന്ന് ആരും എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് സ്വയം അത് തോന്നി തുടങ്ങും എന്നുള്ളതാണ്. നമുക്കത് തോന്നാത്ത സമയത്താണ് നമ്മൾ ആരെങ്കിലും എന്നെ ഒന്ന് നല്ലത് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുക എന്നുള്ളത്. അടുത്തത് ഹോണർ യുവർ ഫീലിങ്സ്. നിങ്ങളെ ഫീലിങ്സിനൊക്കെ നിങ്ങൾ ഹോണർ ചെയ്യാം. നമ്മുടെ ഉള്ളിൽ പല ടൈപ്പ് ഓഫ് ഫീലിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിരിക്കും, ചിലപ്പോൾ വാശിയായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും.
സങ്കടമായിരിക്കും, പല പല ഫീലിങ്സ് ആണ്. നമ്മൾ മനുഷ്യന്മാരാ. നമ്മൾ എത്ര വലിയ പ്രൊഫഷനിൽ എത്തി എന്ന് പറഞ്ഞോട്ടെ, എത്ര വലിയ ആൾക്കാരായി പറഞ്ഞോട്ടെ, നമ്മൾ മനുഷ്യന്മാരാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, നമ്മുടെ ഉള്ളിൽ പല തരത്തിലുള്ള ഇമോഷണൽ ഗെയിംസ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുകയില്ല, പക്ഷെ നമ്മൾ ദേഷ്യപ്പെട്ടു പോകും. സങ്കടം, പല ഫീലിങ്സും ഇമോഷൻസും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതിനെ ജസ്റ്റ് ഓണർ ചെയ്യാം. നമ്മൾ ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ, ഞാൻ ഇങ്ങനെ ആയിപ്പോലെ എന്ന് പറയണപ്പുറത്തേക്ക് ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതന്നെ വെച്ചിട്ട് നമ്മൾ മാറാതിരിക്കരുത്. നല്ല ദേഷ്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് കാര്യങ്ങൾ എടുക്കുക കൂടെ വേണം. അതുപോലെ തന്നെയാണ് കംഫർട്ട് യുവർ സെൽഫ് ലൈക്ക് എ ബേബി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഭയങ്കര അടിപൊളി പോയിന്റ്. എൻ്റെ ലൈഫിൽ, എൻ്റെ പ്രൊഫഷണലായിക്കോട്ടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, എന്നെ നന്നായിട്ട് ഹെൽപ്പ് ആക്കിയിട്ടുള്ള ഒരു സംഭവം എല്ലാം. പക്ഷെ ഇതെനിക്ക് എക്സ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളൊരു കുട്ടിയെ പോലെ കണ്ടിട്ട് കംഫർട്ട് ആക്കുക. അപ്പൊ അതിൽ പെടുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളിലുള്ള ഇപ്പൊ ഞാൻ ഉൾപ്പെടെ നമ്മൾ 19 ആൾക്കാരുണ്ടല്ലോ അവിടെ. ഇവിടെ എന്താണ്, നമ്മളൊരു കുട്ടീനെ പോലെ കാണാം. നമ്മളെ ചെറുപ്പത്തിലെ നിങ്ങളെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്, നമ്മളെ ആൽബത്തിൽ ഉണ്ടാവാം അല്ലെ. അങ്ങനത്തെ ഫോട്ടോസ് കാണുമ്പോൾ ഇതിനോട് ഭയങ്കര സ്നേഹം തോന്നൂലേ. ഓ എന്ത് രസാണല്ലേ ഞാൻ എന്നുള്ള കുട്ടി എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ വെക്കും. പക്ഷെ ആ കുട്ടി ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം അതേ ചൈൽഡ് തന്നെയാണ് വലുതായി വലുതായി കൈകാലുകളൊക്കെ വളർന്നിട്ട് ഈ നമ്മളായത്. അത് എവിടോ അപ്രത്യക്ഷമായി നമ്മൾ പുതിയ ഒരാളായി മാറിയതൊന്നുമല്ല. ആ ഒരു ചൈൽഡ് സ്റ്റിൽ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മളെ ഒരു ബേബിനെ പോലെ കണ്ടിട്ട് ജസ്റ്റ് കംഫർട്ട് ആക്കുക. എന്തെങ്കിലും ഒരു ഡൗൺ സ്റ്റേറ്റിലൂടെ പോകുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത്, നമ്മൾ മെന്റലി ടയേർഡ് ആണ്, എന്നെ ആരെങ്കിലും ഒന്ന് സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് എന്റെ കൈ പിടിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് നല്ലത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സമാധാനം കിട്ടിയാനെ അല്ലെ. എനിക്ക് ആരും ഇല്ലല്ലോ ഈ ഒരു അവസ്ഥയിൽ, അങ്ങനെ വിചാരിച്ചിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ആരും ഇല്ലല്ലോ ആരും ഇല്ലല്ലോ എന്ന് പറയണപ്പെട്ടത് സ്വയത്തിനെ സെൽഫിനെ കംഫർട്ട് ആക്കുക. ജസ്റ്റ് കംഫർട്ട്, അതായത് സാരില്ല കേട്ടോ, ഇറ്റ്സ് ഓക്കെ കേട്ടോ, കുഴപ്പമില്ല കുഴപ്പമില്ല. നമ്മൾ തെറാപ്പിയും മുകളിലൊക്കെ ചെയ്യുന്നത് നമ്മൾ നമ്മളെ തന്നെ കയ്യിനെ ജസ്റ്റ് സമാധാനിപ്പിച്ചിട്ട്, അപ്പോ നമുക്കേ അറിയുള്ളൂ ഇതിപ്പോ ഞാൻ എന്നെ തന്നെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സെൽഫിന് സ്വയത്തിന് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട് അവിടെ. ഒരു ഐ ആം പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ ഐ ആം ലവ്ഡ്, ആ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ നമ്മളെ തന്നെ കംഫർട്ട് ആക്കുക. ഇറ്റ്സ് ഓക്കെ, സാരില്ല. നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, അപ്പൊ നമുക്ക് നമ്മളോട് പറയാൻ പറ്റണം, സ്വയത്തിനോട് പറയാൻ വേണ്ടി പറ്റണം. അറിയാതെ പറ്റിയതല്ലേ, ഇറ്റ്സ് ഓക്കെ. ഇനി അറിഞ്ഞുകൊണ്ട് പറ്റിയതാണെങ്കിലും സാരമില്ല. ഇപ്പൊ ഒരു കുറ്റബോധമെങ്കിലും തോന്നിയല്ലോ, നമുക്ക് ശരിയാക്കാം കേട്ടോ. ഈ രീതിയിൽ ഒരു ബേബിനെ പോലെ നിങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും തെറ്റ്, കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ നമ്മൾ അതുപോലെ പറയൂലേ, അതുപോലെ നമുക്ക് നമ്മളോട് പറയാൻ വേണ്ടി പറ്റണം. ഇത് ഭയങ്കരമായിട്ട് നമ്മളെ സെൽഫ് ലവും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏത് രീതിയിലും ഇതിനെടുക്കാം. നമുക്കിപ്പോ ആകെ ഒരു പ്രശ്നത്തിൽ നമ്മൾ വല്ലാതെ കുടുങ്ങി കിടക്കാണ്. അപ്പൊ നമ്മളൊരു ഫ്രണ്ടിന്, നമ്മളെ ചെറിയൊരു കുട്ടിക്ക് അത് സംഭവിച്ചാൽ നമ്മൾ എന്താ പറയാ, വിഷമിക്കണ്ട ട്ടോ, എന്തേലും ഒരു വഴി തെളിഞ്ഞു വരും ട്ടോ, ഞാനുണ്ട് ട്ടോ നിന്റെ കൂടെ, നീ പേടിക്കണ്ട ട്ടോ നമ്മൾ പറയൂലേ. നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ടിനോടും കൂടെ ഉള്ളവരോടും ഞാനുണ്ട് കൂടെ, പേടിക്കണ്ട, സാരമില്ല, നമുക്ക് അവരോട് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളോട് പറയാൻ പറ്റുന്നില്ല. കാരണം എന്തേലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, അയ്യോ ആരുമില്ലല്ലോ, എന്നാലും ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, ഞാൻ എന്ത് തോൽവിയാണ് എന്ന് സ്വയത്തിനെ കുറ്റപ്പെടുത്തും. മറ്റുള്ളവരോട് വേറെ രീതിയിലും നമ്മളോട് വേറെ രീതിയിലും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു എനിമിനെ പോലെ, ഒരു ശത്രുവിനെ പോലെയല്ലേ പല സമയത്തും ട്രീറ്റ് ചെയ്യാറുള്ളത്. സ്വയത്തിനെ എപ്പോഴും കുറ്റപ്പെടുത്തും, നീ അത് ചെയ്തു പോയല്ലോ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്. വേറൊരാളെ കാണുമ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അവര് പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളത്, നമ്മൾ വേറെ അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുള്ളത്. രണ്ടാളും ഒരിക്കലും ഒന്നല്ല, രണ്ടാളും വേറെ വേറെയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ നല്ലൊരു പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈലിലൂടെ കടന്നു വന്ന ഒരാളെ നോക്കിയിട്ട് ഞാൻ അതുപോലെയല്ലോ, എന്തുകൊണ്ട് എനിക്ക് അവരെ പോലെ ആവാൻ പറ്റുന്നില്ലല്ലോ, സ്വയത്തിനെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ കടന്നു വന്നിട്ടുള്ള വഴികളിൽ ഒരുപാട് മുറിവുകൾ നമുക്ക് ഏറ്റിട്ടുണ്ടാവും, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് വേദനകളിലൂടെ കടന്നു വന്നിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബലഹീനതകൾ നമുക്ക് ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് സെൽഫിനെ ഒരു കുട്ടീനെ പോലെ ട്രീറ്റ് ചെയ്തിട്ട് ഇറ്റ്സ് ഓക്കെ, സാരല്ല, അറിയാതെ പറ്റിയതല്ലേ, ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കാൻ നേരത്തെ പറഞ്ഞ പോലെ വഴികൾ വരും ട്ടോ, ഇറ്റ്സ് ഓക്കെ, നടന്നോളൂ ട്ടോ എന്ന് നമ്മൾ നമ്മളോട് പറയും. അപ്പൊ കിട്ടുന്ന ഒരു കംഫർട്ട്, ഒരു കോൺഫിഡന്റ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മാജിക്കൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്, നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ഒരു യൂണിവേഴ്സ്, ഈ ഒരു പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ്. മൻ അറഫ നഫ്സ അറഫ റബ്ബാന. ആരെങ്കിലും സ്വയത്തിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളിലുള്ള സൃഷ്ടാവിനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളെ സെൽഫിനെ സ്നേഹിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥമായിട്ട് നിങ്ങൾ സൃഷ്ടാവിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എന്താ, നിങ്ങളുടെ സൃഷ്ടാവിൽ നിന്നിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് നിങ്ങൾ. ആ നിങ്ങൾ എപ്പോഴും കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ
ഒരു ഐഫോണിനെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഐഫോൺ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനീനെ കൂടെയാണ് അവിടെ കുറ്റപ്പെടുത്തുന്നത് അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളെ കൂടെയാണ് അവിടെ കുറ്റപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മളെ കംഫർട്ടാക്കി ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ കൊണ്ടു നടക്കുക. അങ്ങനെ നിങ്ങൾ സ്വയം സ്നേഹിച്ച് സ്വയം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പല അടഞ്ഞ വഴികളും തുറക്കപ്പെടും. നമുക്കായിട്ട് ആരൊക്കെ കൂടെ ഉള്ള പോലെ തോന്നും. നമുക്ക് കാര്യങ്ങളെല്ലാം മാറി മറിയുന്നതായിട്ടൊക്കെ തോന്നും. അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഫോർഗിവ് യുവർ സെൽഫ്. നമുക്ക് പുറത്തു കൊടുക്കാം. നമുക്ക് ഭാവിയിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ഒരു കുട്ടിനെ പോലെ കണ്ടിട്ട് സാരമില്ല കേട്ടോ, അറിയാതെ പറ്റിയതല്ലേ, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. അല്ലെ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കുറ്റബോധമായിട്ട് കിടക്കുന്നുണ്ടാവും. ഞാനന്ന് അങ്ങനെ ചെയ്തു പോയല്ലോ, ഞാൻ എന്തിനാ അവരെ വേദനിപ്പിച്ചതെന്നൊക്കെ. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ഒരു റിഗ്രറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളോട് തന്നെ ഞാനന്ന് അങ്ങനെ ചെയ്തു പോയി, പക്ഷെ എനിക്ക് മനസ്സിലായി എന്ന് വെച്ച് എന്നാലും നീ അങ്ങനെ ചെയ്തല്ലോ, എന്നാലും നീ അവരെ വേദനിപ്പിച്ചല്ലോ എന്ന് സ്വയത്തിനെ ഇങ്ങനെ മുറിവേൽപ്പിക്കുക പറഞ്ഞാല് ഒരു കത്തി കൊണ്ട് നമ്മളെ തന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന പോലെ. കാരണം നമ്മൾ ഓരോ തവണ അത് പറയും തോറും നമ്മളെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം നമ്മളോട് തന്നെ പറയാം, ഇറ്റ്സ് ഓക്കെ, അന്ന് പറ്റിപ്പോയി. ചിലപ്പോൾ അറിഞ്ഞിട്ടാവും അറിയാതെ പറ്റിയതാവും, പക്ഷെ സാരമില്ല, ഇപ്പൊ തിരിച്ചറിഞ്ഞല്ലോ, ഇനി ചെയ്യാതിരുന്നാൽ മതിട്ടോ. ഒരു ബേബിനെ പോലെ നിങ്ങൾക്ക് നിങ്ങളോട് പുറത്തു കൊടുക്കാനും നിങ്ങളോട് പൊറുക്കലിനെ ചോദിക്കാനും. അതുപോലെ തന്നെയാണ് നമ്മളോട് പൊറുക്കലിനെ ചോദിക്കുക എന്ന് പറഞ്ഞ കാര്യം. അതായത് നമ്മളെ ഒരുപാട് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ സ്വയം വേദനിപ്പിച്ചിട്ടുണ്ടാവും, നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മളെ സെൽഫിനെ ഒരുപാട് ഹാം ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ ഫിസിക്കലി ഹാം ചെയ്തിട്ടുണ്ടാവും. ബോഡിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും വേദനകളും ഉണ്ടായിട്ടും അതൊന്നും കാര്യാക്കാതെ ഒരുപാട് ഓടി നടന്നിട്ട് ബോഡിനെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ശരിക്കും കെയർ കൊടുത്തിട്ടുണ്ടാവില്ല, സമയത്തിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പോരാ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങളെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ, ഒരു കുട്ടിനെ പോലെ നിന്ന് ദൂരേന്ന് നോക്കൂ. അപ്പൊ നമ്മളോട് ചെയ്യുന്നത് കണ്ടിട്ട് ആ ഉള്ളിൽ ഒരാൾക്ക് എത്ര വേദന തോന്നുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ നിന്നെ മര്യാദക്ക് നോക്കാറില്ലായിരുന്നു, ഭക്ഷണം കൊടുക്കാറില്ലായിരുന്നു, ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ വിശ്വസിച്ചിട്ട് സ്വയത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഞാൻ എന്റെ സെൽഫിനോട് ഒരു കുട്ടിനെ പോലെ കണ്ടിട്ട് ഐ ആം റിയലി സോറി. നിന്നെ ഞാൻ ഇത്രയും കാലം മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ കേട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ബോഡിനെ ഞാൻ കെയർ ചെയ്യലില്ലായിരുന്നു. ഞാൻ നിന്റെ കഴിവുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ എം റിയലി സോറി. എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് പുറത്തു തരണം. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ചെയ്യരുത്. നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ നമ്മൾ കൊണ്ട് നടക്കണം. ഇനി നല്ലോണം സ്നേഹിച്ച് കെയർ ചെയ്ത് നിന്റെ ഫീലിങ്സിനെ ഒക്കെ ഹോണർ ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ കൊണ്ട് നടക്കും എന്നുള്ള പ്രോമിസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അൾട്ടിമേറ്റ്ലി നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞാൽ നമ്മളാണ്. നമ്മൾ ജീവിക്കുന്ന ഓരോ സാഹചര്യത്തിലും നമ്മളെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിലും മരിക്കുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കോൺഫിഡന്റ് നിലനിർത്തി നമ്മളെ ഉള്ളിൽ നിന്ന് ഒരു പരിഹാരം പറഞ്ഞു തന്ന് നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു വ്യക്തി നമ്മൾ തന്നെയാണ്. നമ്മളെ എങ്ങനെ വേദനിപ്പിച്ച് മുറിവേൽപ്പിച്ച് ഇരുന്നാൽ എങ്ങനെ അതിന് പറ്റുക എന്നുള്ളത് അതൊരു ക്വസ്റ്റ്യനാണ്. നമ്മളോട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പൊ ഐ എം റിയലി സോറി, എനിക്ക് ഇങ്ങനെ തെറ്റുകളൊക്കെ പറ്റിപ്പോയി എന്ന് സ്വയത്തിനോട് മാപ്പ് ചോദിക്കുക. അതുപോലെ നമുക്ക് പറ്റിപ്പോയ തെറ്റുകളുടെ സ്വയത്തിന് ഇറ്റ്സ് ഓക്കെ, സാരമില്ല, കുട്ടിനെ പോലെ മാപ്പ് കൊടുക്കുക. അടുത്താണ് സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഒരുപാട് എന്തുണ്ടായിട്ട് നമ്മൾക്ക് ഒരുപാട് നല്ല നന്മകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഇപ്പൊ എനിക്ക് എടുത്തു പറയാനുള്ളതാണ്, നിങ്ങൾ ഇവിടെ സെഷനിൽ കേട്ടിരിക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സ്വയത്തിനോട് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. നമ്മൾ നെഞ്ചിൽ കൈവച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും, താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ചെയ്യുന്നതിൽ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ, അല്ലെ ഞാൻ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി, അതിന് നമുക്ക് നമ്മളോട് നന്ദി പറയണം. ഞാൻ എന്നെ നല്ല രീതിയിൽ ഹെൽത്തിനെ നോക്കി നടക്കുന്നു, എനിക്ക് നല്ല ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു, എനിക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നു, ഞാൻ നല്ല രീതിയിൽ പഠിക്കുന്നു, ഞാൻ ജോലിക്ക് പോയി എന്നെയും നല്ല രീതിയിൽ നോക്കുന്നു. നിങ്ങൾക്ക് ചെയ്ത നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനോടൊക്കെ നിങ്ങൾ സ്വയത്തിനോട് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. മക്കളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടല്ലോ, ഹസ്ബൻഡിന് ഫാമിലി കെയർ ചെയ്യുന്നുണ്ടല്ലോ, ഒക്കെ പറയുന്നത് നമ്മളോട് നിങ്ങൾ എന്തൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ട് അതിന് സ്വയത്തിനോട് നന്ദി പറയണം. ഇത് ശരിക്കും ചെറിയ പോയിന്റ്സേ അല്ല, ഇതിൽ വലിയ സീക്രട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്.
ഈ സെൽഫ് ഫോർഗീവ്നെസ്, സെൽഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഫോർഗീവ്നെസ്, മാപ്പ് ചോദിച്ച് നിങ്ങളോട് തന്നെ മാപ്പ് പറഞ്ഞ് നിങ്ങളോട് തന്നെ നന്ദി പറഞ്ഞ് ഡെയിലി റുട്ടീൻസ് ആയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഈ ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ ദിവസം തുടങ്ങുള്ളൂ ഒന്ന് തീരുമാനിച്ചു നോക്ക്. അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരുപാട് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഒരുപാട് കുറഞ്ഞു കിട്ടും. കാരണം ഇതൊക്കെ കൂടുതൽ വരാനുള്ള കാര്യം തന്നെ പറയുന്നത്, ഈ ഡിപ്രഷനും ആങ്സൈറ്റി സ്ട്രെസ് കൂടുതൽ വരാനുള്ള കാരണം പറയുന്നത്, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ല, സെൽഫ് വർത്ത് ഇല്ല, സെൽഫ് എസ്റ്റീം ഇല്ലാത്തതിന്റെ ഒക്കെ കാരണം എന്താണ്? നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, നമ്മളെ നല്ല രീതിയിൽ നോക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളുണ്ട് അതിനൊന്നും നമ്മൾ നോക്കാതെ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ ചെയ്ത കുറവുകളും കുറ്റങ്ങളും മാത്രം എടുത്തെടുത്ത് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കും. അപ്പൊ ഇതൊക്കെ മാറ്റി നമ്മളോട് പുറത്തുക്കലിനെ ചോദിച്ച് മാപ്പ് ചോദിച്ച് നമ്മൾ ചെയ്ത നല്ലതിനോട് നമ്മൾ നന്ദി പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ശരിക്കും നിങ്ങളെ ഈ ഒരു നിങ്ങൾക്ക് നിങ്ങൾ മതി എന്നുള്ള ഫീൽ വരും. അതൊരിക്കലും സെൽഫിഷ്നെസ് അല്ല. എനിക്ക് എന്ത് വന്നാലും ഞാനുണ്ടല്ലോ കൂടെ. എനിക്കൊരു തെറ്റ് പറ്റിയാലും ഞാൻ എന്നെ സമാധാനിപ്പിക്കുന്നുണ്ടല്ലോ. എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ എന്നോട് പറയും പോട്ടെ സാരല്ല, ഇറ്റ്സ് ഓക്കെ, ശരിയാവും. അല്ലെ, എനിക്കൊരു ഭയങ്കര പേടി വരികയാണ്. അപ്പൊ ഞാൻ സാരല്ലേ, പോട്ടെ പോട്ടെ, നല്ലത് മാത്രമേ വരുള്ളൂ കേട്ടോ, ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്നെ കംഫർട്ട് ആക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ലൈഫ് ലോങ് നമുക്ക് നമ്മളെ കൂടെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു കൂട്ട്, കാണാത്തൊരു കൂട്ട് നമ്മളുള്ള പോലെ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അടുത്തതാണ് സെൽഫ് വാലിഡേഷൻ. ഈ ഒരു പോയിന്റ് എന്താ പറയാ, എല്ലാ പോയിന്റും ഭയങ്കര അടിപൊളിയാണ്. അതേപോലെ തന്നെയാണ് സെൽഫ് വാലിഡേഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും പല സമയത്തും ഡിസിഷൻസ് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഞാനും അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. എന്റെ മെന്റർ പറഞ്ഞ തന്ന സമയത്താണ് എനിക്ക് അതിൽ ചേഞ്ച് വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കൊക്കെ പല സമയത്തും പല തീരുമാനങ്ങളും എടുക്കാനുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്കൊരു ഇതുണ്ടാവും, ദിസ് ഓർ ദാറ്റ്, ഇതെടുക്കണം അതെടുക്കണം, തെറ്റിപ്പോവോ ശരിയാവോ, ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ. ഈവൻ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ പോലും ഉണ്ടാവും പല ആളുകൾക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ ഉള്ള ആരോടെങ്കിലും അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്താ തീരുമാനം എടുക്കേണ്ടത്, എനിക്കൊരു പരിഹാരം പറഞ്ഞുതരുമോ? അപ്പൊ അതിലൊരാളൊരു പരിഹാരം പറഞ്ഞുതരും. എന്നിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാളടുത്ത് പോയി ചോദിക്കും. നിങ്ങളൊരു അഞ്ചാളടുത്ത് ചോദിക്കുകയാണെങ്കിൽ അഞ്ചാളും പല കാര്യങ്ങളും പറഞ്ഞുതരും. 5 കാര്യങ്ങളും പറഞ്ഞുതരാം. നമ്മൾ എന്തിനാണ് ഇവരുടെ അടുത്ത് പോയി ചോദിക്കുന്നത്? നമുക്കൊന്ന് തീരുമാനം എളുപ്പത്തിൽ കിട്ടാനും ഒന്നുകൂടെ ഈസി ആവാനും വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റാൻ, നമ്മൾ ഈ 5 ആൾക്കാരുടെ അടുത്തും പോയിട്ട് നമ്മളെ തീരുമാനം എക്സ്ട്രാ 5 തീരുമാനം കൂടെ എടുത്തു വരുമ്പോൾ ഒന്നും കൂടെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ അവരിൽ ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യം എടുത്ത് ചെയ്യും. അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് നടന്നിട്ടില്ല, അത് ശരിയായിട്ടില്ല, നമ്മൾ വിചാരിച്ചതാണ് ശരി എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. അയ്യോ, എന്തിനാ നീ അവര് പറഞ്ഞു കേട്ടത്, എന്റെ ഉള്ളിൽ വന്നത് തന്നെയായിരുന്നല്ലേ ശരി, അങ്ങനെ ചെയ്താൽ പോരായിരുന്നു, ഞാൻ അയാൾ പറഞ്ഞ പോലെ ചെയ്തു, ഇതെന്നെ ചിന്തിച്ച് ടെൻഷൻ അടിക്കും. അപ്പൊ നമുക്കെന്നെ തോന്നും, ഞാൻ മുന്നേ എടുത്ത തീരുമാനം തെറ്റിപ്പോയതുകൊണ്ടാണല്ലോ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചത്, അതും എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണല്ലോ. അപ്പൊ ഈ ഒരു പ്രശ്നം മാറ്റാൻ പറ്റിയ ഒരു ഭയങ്കര അടിപൊളി സംഭവമാണ് സെൽഫ് വാലിഡേഷൻ. നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കുക. അപ്പൊ നമ്മളെ തന്നെ ഒരു കുട്ടീനെ പോലെ, ഒരു ബേബിനെ പോലെ കംഫർട്ട് ആക്കിയിട്ട് പറയാം, ഇപ്പൊ നിനക്ക് ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്, നീ ഇതെടുത്തോ, ഇത് തെറ്റിയാലും ശരിയായാലും ഒരു കുഴപ്പമില്ല, ശരിയായാലും അടിപൊളി, അൽഹംദുലില്ലാ, തെറ്റിപ്പോയ യാതൊരു പ്രശ്നമില്ല, ഞാനുണ്ട് കൂടെ, ധൈര്യമായിട്ട് എടുത്തോ. നമ്മളിൽ വരുന്ന മിസ്റ്റേക്കുകളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമില്ലല്ലോ. നമ്മളത് ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ കാരണം പറയുമ്പോഴാണ് ഇത് പ്രശ്നമായി മാറുക. അവര് കാരണമാണ്, അവരത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ തീരുമാനം എടുത്തത് എന്ന് പറയുമ്പോഴേ അത് പ്രശ്നമാവാം. അതിനപ്പുറത്തേക്ക് എനിക്കൊരു തീരുമാനം ഉണ്ടാവുമ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഇതെടുക്കണോ അതെടുക്കണോ, തെറ്റിപ്പോവോ, അങ്ങനെ ഒരു വാലിഡേഷൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരിൽ പോയി ഒരു വാലിഡേഷൻ സീക്ക് ചെയ്യും. അവരാരെങ്കിലും പറയട്ടെ. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ കഴിവുണ്ട്, ഒരു 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 സംഭവം, ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നമുക്കറിയാം എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ ചെയ്താൽ ഇത് ശരിയാവും, ഞാൻ ഓക്കെ ആണ്, എനിക്ക് ഈ കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാലും നമ്മൾ വേറൊരാളടുത്ത് പോയി ചോദിക്കും, ഞാനിത് ചെയ്താൽ ശരിയാവും. അപ്പൊ അതിലൊരാൾ പറയും, ഇത് ശരിയാവില്ല, ചെയ്യണ്ട കേട്ടോ. വേറൊരാൾ പറയും, നീ ആ ഭാഗത്തേക്കേ പോവണ്ട, അതെന്തായാലും കുട്ടിപ്പോവും. ഈ രണ്ടാൾ പറഞ്ഞതും കേട്ട് നമ്മളെ കഴിവിനെ അവിടെ മാറ്റി നിർത്തിയാൽ ലൈഫ് ലോങ് നമ്മൾ ആ ഒരു വേദന, റിഗ്രറ്റ് അനുഭവിക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇന്നു മുതൽ എന്റെ ലൈഫ് മാറ്റി മറിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ സെൽഫ് വാലിഡേഷൻ. ഇന്നു മുതൽ എന്ത് ചെയ്യാം? സ്വയത്തിനോട് പറയാം, ഇറ്റ്സ് ഓക്കെ, നിനക്ക് ഇത് ആലോചിച്ചപ്പോൾ ഇത് ഓക്കെ ആണെന്ന് മനസ്സിലായി, എന്നാൽ നീ ഒരു ഡിസിഷൻ എടുത്തോ. ഇതിൽ എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും, ഈ പേടിക്കേണ്ട, എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും.
ഇത് പൊട്ടിപ്പോയിക്കോട്ടെ, പ്രശ്നമായിക്കോട്ടെ, ലോകം മുഴുവൻ എതിർത്ത് നിന്നോട്ടെ, ഞാൻ കൂടെ ഉണ്ടാവും എന്ന് സെൽഫിനൊരു വാലിഡേഷൻ കൊടുത്തു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് നല്ലതായ നമുക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നും. ഓ, ഞാൻ എടുത്തപ്പോ അടിപൊളിയായല്ലേ, ഇനി അതിൽ എന്തേ തെറ്റ് പറ്റിയാലും നമുക്ക് എന്റെ തീരുമാനം തെറ്റ് പറ്റി പോയി എന്ന് തോന്നൂല. നമുക്ക് എന്താണ്, എന്നാലും ഞാനൊരു ഡിസിഷൻ എടുത്തല്ലോ, തെറ്റ് പറ്റിയാലും കുഴപ്പമില്ല, എന്റെ കൂടെ ഞാനുണ്ടല്ലോ, ഞാനത് നേരിടും എന്നുള്ള ഒരു സെൽഫ് വാലിഡേഷൻ കിട്ടും. ഇത് ഭയങ്കര അടിപൊളിയാ. നമ്മൾ നമുക്ക് വേണ്ടി നിലനിൽക്കാനും നമുക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാനും വേണ്ടി തുടങ്ങും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കളിപ്പാവായിട്ട് നമ്മൾ മാറും. അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നു, ഓരോരുത്തർ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. അപ്പൊ ഈ ഓരോരുത്തർ പറഞ്ഞനുസരിച്ച് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടാവുക പറഞ്ഞാല് അത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ മൂല്യം വർദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിന്റെ എന്ത് തെറ്റ് പറ്റിയാലും, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അതിൽ ഇറ്റ്സ് ഓക്കെ, അത് പൊട്ടിപ്പോയിക്കോട്ടെ, ഇറ്റ്സ് ഓക്കെ, നീ എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ, ഞാനുണ്ട് നിന്റെ കൂടെ, ഇതിൽ ഒരു പ്രശ്നം എന്നാലും ഞാനുണ്ട്. അതുപോലെ നമ്മൾ നമ്മളോട് തന്നെ പറയാ, ഇതിന് തെറ്റ് പറ്റിയാലും അതും എന്തോ ഒരു നല്ലതിന് വേണ്ടായിരിക്കും, അതുകൊണ്ട് വിഷമിക്കണം. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. നമ്മൾ എപ്പോഴും മറ്റുള്ളവർ നമ്മളെ കൂടെ വേണമെന്നില്ല, അവർ പറയുന്ന പോലെ ചെയ്യണമെന്നില്ല. നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാന്നൊക്കെ പറയുന്നത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത്തരം കാര്യത്തിൽ നമുക്കൊരു ഫ്രീഡം നമ്മൾ അനുഭവിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ വാലിഡേറ്റ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ, നീ ചെയ്തോ, ഒരു പ്രശ്നമില്ല, ഞാൻ കൂടെ ഉണ്ട്, ഇതിന്റെ റിസൾട്ട് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാം. അടുത്താണ് മിറർ ടോക്ക്. സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ സെൽഫ് കമ്പാഷൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു ടൂളാണ് മിറർ ടോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് നമ്മളോട് തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ പലപ്പോഴും കണ്ണാടിന്റെ മുന്നിൽ പോകുന്ന സമയത്ത് നമ്മളിലുള്ള കുറവുകളാണ്, അയ്യോ കളർ കുറഞ്ഞോയല്ലോ, കുരു വന്നല്ലോ, ആകെ മെലിഞ്ഞല്ലോ, കോലം കെട്ടല്ലോ, ഇങ്ങനെ ആയിരിക്കും പറയാം. അതിനപ്പുറത്തേക്ക് കണ്ണാടി ഇന്ന് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഡേയ്സിലൊക്കെ മിറർ ടോക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും. ഞാൻ എന്തപ്പോ ഈ പറയുന്ന, ബാക്കിയുള്ളവരൊക്കെ കേൾക്കുമ്പോൾ അവർ വിചാരിക്കും നിനക്ക് എന്താ വട്ടുണ്ടോ എന്നൊക്കെ. പക്ഷെ അതൊന്നുമല്ല, ഇത് ശരിക്കും നമ്മളെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു ടൂളാണ് മിറർ ടോക്ക് എന്ന് പറയുന്നത്. നമ്മളെ കോൺഫിഡൻസ് വർദ്ധിക്കും. ഒരാൾക്ക് ഒരു പ്രസന്റേഷൻ ചെയ്യണം, എന്താ പറയുക, ഒരു സ്റ്റേജ് പ്രസന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൂട്ടണം, സ്റ്റേജ് ഫിയർ മാറ്റണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നമുക്ക് സ്കൂളുകളിലോ എവിടെയെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ഡേ മുന്നേ മിററിന്റെ മുന്നിൽ പോയിട്ട് നമ്മൾ അടിപൊളിയായിട്ട്, അവിടെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ അടിപൊളിയായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ആ ഒരു ധൈര്യം കിട്ടുന്ന രീതിയിൽ നല്ല രസത്തിൽ പ്രസന്റ് ചെയ്യാം. അപ്പൊ നമ്മളെ സെൽഫിന് അവിടുന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് കിട്ടും, എന്നെ കൊണ്ട് പറ്റും. ആ രീതിയിൽ നിങ്ങൾ പിറ്റേടെ പോയിട്ട് അത് പ്രസന്റ് ചെയ്ത് നോക്കും, നല്ല രീതിയിൽ ആ പ്രോഗ്രാം ഉഷാറാവും എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഡെയിലി നമ്മൾ കുറച്ച് നേരെങ്കിലും മോർണിംഗോ ഉറങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മളോട് തന്നെ കണ്ണാടി നോക്കിയിട്ട്, ഇന്നത്തെ ഡേ നീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അടിപൊളിയാട്ടോ, ഇന്ന് നല്ല ഉഷാറാണ് കേട്ടോ, ഐ റിയലി ലവ് മൈസെൽഫ്, നമ്മളോട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇന്ന് നല്ല ലുക്ക് ആയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ക്രിഞ്ചല്ല, സെൽഫിനെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ഇതില്ലാത്തത് കൊണ്ടാണ് ഹസ്ബൻഡ് നീ കാണാൻ നല്ല ഭംഗിയുണ്ട് പറയണം, ഫ്രണ്ട്സ് ഇങ്ങനെ പറയണം, അവര് പറയണം, ഇത് മറ്റുള്ളവരിൽ നിന്ന് നല്ല വാക്കുകൾ നമ്മൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആരും നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നമ്മളെ ലൈഫ് ഡൗൺ ആയി. ആർക്കും എന്നെ ഇഷ്ടമില്ല, ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല പറയും. ഈ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ സെൽഫിന് കൊടുത്തു തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും, മറ്റുള്ളവരും തിരിച്ചു തരാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ് മിറർ ടോക്ക്. നിങ്ങൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തോന്നുന്നത്, മിററിൽ പോയിട്ട് നമ്മളെ തന്നെ നോക്കി സെൽഫിനോട് സംസാരിച്ച് തുടങ്ങും. കുറച്ചിടെ ഇത് ചെയ്ത് വരുമ്പോൾ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. നമുക്ക് നമ്മളെ ഒരു ക്യൂവിനെ പോലെ, ഒരു രാജാവിനെ, ഒരു രാജ്ഞിയെ പോലെ ഒക്കെ തോന്നും. നമ്മളൊരു കോൺഫിഡന്റ് ആയിട്ട്, നമ്മൾ തന്നെ ഒരു ലുക്ക് ആയിട്ട്, നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ തോന്നി തുടങ്ങുമ്പോൾ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കൂ, ബാക്കിയുള്ളവരും നിങ്ങളോട് അത് പറയാൻ വേണ്ടി തുടങ്ങും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മൈൻഡ് പവറിലുള്ള ഒരു കാര്യമാണ്, നമ്മളെ ഇന്റേണൽ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മളെ ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണോ നമ്മളെ പറ്റി ചിന്തിക്കുന്നത്, ഇതാണ് മറ്റുള്ളവരും നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നിനും പറ്റില്ല, ഞാൻ ചെയ്താൽ ശരിയല്ല, ഞാൻ വീക്കാണ്, ഇത് നിങ്ങളെ സെൽഫിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് മറ്റുള്ളവരും നിങ്ങളോട് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ അതാണ് ഓൾവേസ് മൈൻഡിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യം മാറ്റുമ്പോൾ നിങ്ങളെ കുറിച്ച് നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നിങ്ങളെ കുറിച്ച് നല്ലത് സംസാരിക്കാനും
സെൽഫിനോട് നല്ല ടോക്ക് ചെയ്യാനും സെൽഫിനെ സ്നേഹിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ചുറ്റിലുള്ളവരും അതും ഇങ്ങോട്ട് തരാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നമ്മൾ ആളുകളല്ല ഒരിക്കലും മാറ്റാൻ വേണ്ടി പോകുന്നത് അവരെന്നെ സ്നേഹിക്കണം, അവരെന്നെ നോക്കണം, ഒരിക്കലും അതല്ല. നമ്മളുമായിട്ടുള്ള ഒരു സെൽഫ് കമ്പനി, നമ്മളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകളും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാറ്റി വരും. ഇത് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായി നോക്കിക്കോളൂ. നമ്മൾ പെയ്ഡ് കോഴ്സിൽ മൈൻഡ്രി പ്രോഗ്രാമും ബാച്ചിലൊക്കെ വരുന്ന ആളുകൾ ഫസ്റ്റ് ഈ ഒരു കേസ് കാര്യങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് അവരെ മൈൻഡിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ, അവരുടെ സെൽഫിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പിന്നെ അവരുടെ റിലേഷൻഷിപ്പിലും അവരുടെ ഫാമിലിയിലൊക്കെ വലിയ രീതിയിലുള്ള ഷിഫ്റ്റ് തന്നെ ഉണ്ടാവാറുണ്ട്. ഒരിക്കലും നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള പേഴ്സണിനെ മാറ്റാൻ വേണ്ടി പോകുന്നില്ല, നമ്മൾ നമ്മളെയാണ് മാറ്റുന്നത്. ആ മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ചുറ്റിലുള്ളവരിൽ നിന്നും തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്നെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കണം? എനിക്കിപ്പം ചില ആളുകൾക്കെങ്കിലും നമുക്ക് എന്നിൽ സ്നേഹിക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ, എനിക്ക് എന്നിൽ നോക്കുമ്പോൾ ഒരുപാട് കുറവുകളാണല്ലോ കാണുന്നത് എന്ന് തോന്നിപ്പോ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈ ഷുഡ് ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കണം എന്നുള്ള ഒരു പോയിന്റ്. അത് സ്വയത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും സ്വയത്തിനെ സ്നേഹിക്കാൻ കാരണങ്ങളൊന്നും വേണ്ട, കാരണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി പറ്റും. അത് ശരിക്കും അടിപൊളി ഫീലാ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഫസ്റ്റ് ലെവലിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താനും ഈ ഒരു സെൽഫ് ലവ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഈ സെഷനിലുള്ള ഇത് കേൾക്കുന്ന ആളുകളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 100 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് ചേഞ്ച് കൊണ്ടുവരണം, ഈ ഒരു സെൽഫ് ലവ് കാര്യങ്ങളും വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പൊ ഈ പറഞ്ഞത് ഇവിടെ കേട്ടത് കാര്യങ്ങൾ ലൈഫിൽ പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പെന്നും ബുക്കും എടുത്തിട്ട് ഞാൻ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങൾ, എന്നിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നോട്ട് ചെയ്യുക ഈ രീതിയിൽ. അപ്പൊ ഒന്നാമത്തത് എന്താ, ഞാൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്താട്ടോ. ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഐ ഡിഡിൻ ഗിവ് അപ്പ്. ഇപ്പൊ ഞാൻ എന്റെ ജേണൽ എഴുതുന്ന പോലെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഷഹല എന്നുള്ള വ്യക്തി ഒരു ബുക്കും പെന്നും എടുത്തിട്ട് ഞാൻ എന്നെ സ്നേഹിക്കാണ് കാരണം ഞാൻ ഇതുവരെ ഒന്നും വിട്ടു കൊടുത്തിട്ടില്ല. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ ഇനി ഞാൻ നിർത്തി എന്ന് പറഞ്ഞ് ഗിവ് അപ്പ് ചെയ്ത് പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ നിങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നും, ഒരു റെസ്പെക്റ്റും ഒരു ഇഷ്ടം ഒരു വാല്യൂ ഒക്കെ തോന്നിപ്പോകും. ഞാൻ അടിപൊളിയാണല്ലേ, എന്തൊക്കെ വന്നിട്ട് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. അടുത്തതോ, ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഐ ലേൺ ആൻഡ് ഗ്രോ ഫ്രം മൈ മിസ്റ്റേക്ക്. എനിക്ക് ഒരുപാട് ഞാൻ എന്നെ കുറിച്ച് പറയുന്ന പോലെ ആയിട്ട് അവിടെ എഴുതിയിട്ടുള്ളത്. ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്നെ ഇഷ്ടപ്പെടുകയാണ് കാരണം എനിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ തെറ്റുകളിൽ നിന്നൊക്കെ ഞാൻ ഒരു പാഠം പഠിച്ചിട്ട് ആ പാഠം അതിൽ നിന്ന് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എന്നോട് ജേണൽ ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ഡേ ബൈ ഡേ എൻ്റെ കോൺഫിഡൻസ് കൂടും, സെൽഫ് വർത്ത് കൂടും, സെൽഫ് എസ്റ്റീം കൂടും, കാര്യങ്ങളൊക്കെ അടിപൊളിയാവും. അതുപോലെ തന്നെയാണ് ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഐ ലവ് മൈ ചിൽഡ്രൻ. ഞാൻ എൻ്റെ കുട്ടികളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് അല്ലെ. അവര് നല്ല രീതിയിൽ വളരാനും അവർക്ക് ഉണ്ടാകുന്ന അച്ചീവ്മെന്റിനൊക്കെ ഒരു ഭാഗം ഞാൻ അവർക്ക് ജന്മം കൊടുത്തു കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ എന്താണ്, നമുക്ക് നമ്മളോട് തന്നെ ലവ് ഫീൽ ചെയ്യും. അടുത്തത് ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഐ ഷോ കൈൻഡ്നെസ് ടു മൈസെൽഫ് ആൻഡ് അതേഴ്സ്. ഞാൻ എന്നെ ഇഷ്ടപ്പെടാണ് കാരണം ഞാൻ എന്നോടും മറ്റുള്ളവരോടും കൈൻഡ്നെസ്, ഒരു ദയ കാണിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മൾ മറ്റുള്ള ആൾക്കാർ അവരോടൊക്കെ പറയും നിനക്ക് പനി ആയതുകൊണ്ടല്ലേ, വെയ്യാത്തോണ്ടല്ലേ, സാരമില്ല നീ ചെയ്യേണ്ട അവിടെ ഇരുന്നോ, നിനക്ക് പറ്റാത്തോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരോട് നല്ല ദയ കാണിക്കും. ഈ ദയ സ്വയത്തിനോട് കൈൻഡ്നെസ് നിങ്ങളോട് കാണിക്കാറുണ്ടോ? നമ്മൾ ചിലപ്പോൾ മെന്റലി നല്ല വീക്കായിരിക്കും, ഫിസിക്കലി നല്ല വീക്കായിരിക്കും, പക്ഷെ നമ്മളോട് ഒരു ദയ കാണിക്കാതെ ഒരു ക്രൂരമായിട്ട് പെരുമാറാറുണ്ട്. നമുക്കറിയാം നമ്മളെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണെന്നുള്ളത്, പക്ഷെ പറ്റാഞ്ഞിട്ടാണത് അക്സെപ്റ്റ് ചെയ്യാതെ നമ്മളോട് ഇങ്ങനെ എന്തോ ക്രൂരമായിട്ട് പെരുമാറും. അത് മാറ്റിയിട്ട് ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മൾ ഒരുപാട് ക്ലയൻസിന്റെ അടുത്ത് പറയാറുണ്ട്, അവര് പറയും മാം എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റില്ല. ഞാൻ പറയും നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ ഇത്രയും ട്രോമാസിലൂടെ കടന്നു വന്നതല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ വേദനിച്ച ഒരാളല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഇനി മാറ്റത്തിന് കുറച്ച് സമയം എടുക്കും. അപ്പൊ നിങ്ങൾ സ്വയത്തിനെ കുറ്റപ്പെടുത്താതിരിക്കുക, അതിനൊരു കുട്ടിനെ പോലെ കംഫർട്ട് ആക്കിയിട്ട് സാരമില്ല പറഞ്ഞ് അതിന് കുറച്ച് സമയം കൊടുക്കുക, അത് ശരിയായിക്കോളും. ആ രീതിയിൽ നമ്മൾ നമ്മളോട് ദയ കാണിക്കണം. അപ്പോൾ നമ്മൾ നമ്മളോട് അങ്ങനെ ദയ കാണിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് നിങ്ങൾക്ക് ഒരു കൈൻഡ്നെസ് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി എന്നിലുണ്ട്, അതുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെയാണ് ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഐ പ്രയോറിറ്റൈസ് മൈ വെൽബീങ്.
ഞാൻ എൻ്റെ വെൽബീയിങ് കാര്യങ്ങൾ, എൻ്റെ മെന്റലി ആയിക്കോട്ടെ ഫിസിക്കലി ആയിക്കോട്ടെ, എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ഇരിക്കാൻ ഞാൻ അതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നെ നല്ല ഇഷ്ടമാണ്, ഞാൻ അതൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഐ ലേൺ ആൻഡ്, അത് നേരത്തെ പറഞ്ഞ പോയിന്റ് കേട്ടോ. അതുപോലെ തന്നെ ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഐ സപ്പോർട്ട് ആൻഡ് കെയർ ഫോർ മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അവരെ കാര്യങ്ങൾ നടത്തുന്നു, ക്യാഷ് കാര്യങ്ങൾ, അല്ലെ, എന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ച് പ്രൗഡ് ആവേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിൽ സിംഗിൾ പാരന്റ് ആയിട്ടുള്ളവരുണ്ടാവാം, ഒരു ഫാമിലിനെ ഫുള്ള് നോക്കുന്നവരുണ്ടാവും. ഇങ്ങനെയൊക്കെ ആയാലും നിങ്ങൾ കാരണം ഒരു ഫാമിലി അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്വയം പ്രൗഡ് ആവാനും സ്വന്തത്തിനെ തന്നെ ഒരു സ്നേഹിക്കാനുള്ള ഒരു സംഭവമാണത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ട് എനിക്ക് എന്നെ ഇഷ്ടമാണ്. അതുപോലെ ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഐ ക്യാൻ ഫോർഗിവ് ടു മൈസെൽഫ് ആൻഡ് അതേഴ്സ്. എനിക്ക് എന്നോട് പുറത്തു കൊടുക്കാനും, എന്നിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ കേട്ട അറിവ് വെറും അറിവായിട്ട് കൊണ്ടുപോകരുത്, വെറും അറിവ് മാത്രമായിട്ട് പോരുത്, ഇത് ഉള്ളിൽ എടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് എന്തേ തെറ്റ് പറ്റുന്ന സമയത്ത് എന്താണ്, ആരെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞിട്ട് അറിയാതെ പറ്റിയല്ല മോനെ സാരില്ല പോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സമാധാനാവൂലേ. ഈ സംസാരം നിങ്ങൾക്ക് സ്വയത്തിനോട് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് നിങ്ങൾ ഓക്കെ ആവും. നമ്മളെ ഉമ്മമാരാരെങ്കിലും എന്ന് പറഞ്ഞിട്ട് സാരില്ല മോളെ അറിയാതെ പറ്റിയല്ലേ പോട്ടെ പറയും, നമുക്ക് ആ ഓക്കെ ഉമ്മ അങ്ങനെ പറഞ്ഞല്ലോ സാരില്ല എന്നുള്ളത്. ഇത് ആരെങ്കിലും വന്ന് പറയാൻ കാത്തിരിക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മളോട് തന്നെ സാരല്ല അറിയാതെ പോട്ടെ, ഞാനൊരു മനുഷ്യനല്ല, ഈ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സമാധാനിപ്പിക്കും ഒരു കുട്ടിനെ പോലെ. അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങളോട് മാപ്പ് കൊടുക്കുക, മറ്റുള്ളവരോട് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഐ ഹാവ് ലോങ് ഹെയർ. എനിക്ക് നല്ല മുടിയുള്ളതിന്, നമ്മളെ ബോഡിയിൽ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ലോങ് ഹെയർ. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും, നമ്മളെ കണ്ണ് നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ സംസാരം നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ മറ്റുള്ളവരെ ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ഐ ഹെൽപ്പ് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, ഒരുപാടുണ്ടാവും. നമ്മൾ മറ്റുള്ളവരോട് പറയണമെന്നില്ല, ഇതൊക്കെ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെന്നും ബുക്ക് എടുത്ത് മിനിമം 100 കാര്യങ്ങൾ, അപ്പൊ 100 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ തന്നു വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് ഇരുന്ന് തന്നെ എഴുതാനുള്ളതാണ്. അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക, ഓ ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലേ. ചിലപ്പോൾ നിങ്ങൾ പണ്ട് 5ാം ക്ലാസ് പഠിക്കുന്നു, 10ാം ക്ലാസ് പഠിക്കുന്നു, ഏതോ ഏതോ ഒരു സുഹൃത്തിനെ സഹായിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രൗഡ് ലവ് ഫീൽ ചെയ്യാം. അതുകൊണ്ട് എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ അത് ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ ആക്കിയല്ലോ, എന്റെ എത്ര സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നുപോയി, ഇത്ര ബുദ്ധിമുട്ടി, പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ എത്തിയല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഓവർകം ചെയ്തു. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് ആണ്. അപ്പൊ എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹം ഫീൽ ചെയ്യാം. ഇങ്ങനെ മിനിമം 100 നിങ്ങൾ എഴുതി നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. അപ്പൊ നമുക്ക് നമ്മളെ സെൽഫിനോട് ഭയങ്കര ഒരു എന്ത് ചെയ്യും, ഭയങ്കര ലവ് പ്രൗഡ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബാച്ച് ഉണ്ട്, ബേസിക് ആയിട്ട് നടത്തുന്ന ബാച്ച്. അത് കഴിഞ്ഞിട്ട് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ കോഴ്സ് നടത്താറുണ്ട് എല്ലാ മന്തും. അവിടെ ജസ്റ്റ് പറയാണ് ഇത് പറഞ്ഞപ്പോൾ, ഈ മന്തിലെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ബാച്ച് ഈ ജൂലൈ 17 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈൻഡിനെ കംപ്ലീറ്റ്ലി റീപ്രോഗ്രാമിംഗ് ചെയ്തിട്ട് ലൈഫിന്റെ ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ഏത് ഏരിയയിലായിക്കോട്ടെ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ, മോട്ടിവേഷൻ അല്ല പുതിയൊരാളായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. 1 മന്ത് വർക്ക്ഷോപ്പ് ആണ്, 11 ഡേയ്സ് ലൈവ് സെഷൻ ആണ്, 100 ഡേ മൈൻഡ് ഫിറ്റ്നസ് ടൂൾസ് ആണ്. ഒരിക്കലും ഇത് പറഞ്ഞ് കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് ടൂൾസ് തരും, നിങ്ങളെ കൂടെ തന്നെ പേഴ്സണൽ മെന്റർ സപ്പോർട്ടോടുകൂടി നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യും, എന്നിട്ട് റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബാച്ചിൽ അവർക്ക് ഇതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പൊ അതിൽ ഒരാളുണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട് തന്നെയാണ് ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. ആൾക്ക് സംസാരിക്കാൻ ഉള്ളിലുണ്ട് പക്ഷെ കിട്ടൂല, പുറത്തോട്ട് കിട്ടൂല, ഭയങ്കരമായിട്ട് സ്റ്റക്ക് ആയിട്ട് നിൽക്കും, കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ള ഫീലാണ്. അപ്പോ നമ്മൾ കുറച്ച് ഇതുപോലെ വീഡിയോ മോഡിൽ വരാൻ പറഞ്ഞു, വീഡിയോ മോഡിൽ വന്നു, പെയ്ഡ് കോഴ്സ് ആണല്ലോ, അങ്ങനെ സംസാരിച്ചു. അപ്പം നിനക്ക് നിന്നിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാവരോടും ലൈവായിട്ട് എഴുതാൻ പറഞ്ഞു. അധികം ആൾക്കും കിട്ടുന്നില്ല, 10ൽ കൂടുതൽ കിട്ടുന്നില്ല. പക്ഷെ ഒരു ഡേ അവർക്ക് അതിനായിട്ട് കൊടുത്തു എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് സ്വയത്തിനോട് വല്ലാത്ത ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിലുള്ള എനിക്ക് എന്റെ സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞ ആളെ എഴുതി, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി അത് സ്വയത്തിനെ അക്സെപ്റ്റ് ചെയ്തത് പറഞ്ഞതിന് ശേഷം
ഈ ആൾക്ക് പിന്നെ സംസാരിക്കാൻ നല്ലോണം പറ്റുന്നുണ്ട്. ഇപ്പം മാം എനിക്ക് ഇതുകൊണ്ട് കേട്ടോ, ഞാൻ ഇങ്ങനെ ആട്ടോ എന്ന് സ്വയത്തിനെ നമുക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നും. അങ്ങനെ നിങ്ങൾ ഐ ലവ് മൈ സെൽഫ് ബിക്കോസ് എനിക്ക് ഇതുണ്ട്, ഞാൻ ഇങ്ങനെയാണ്. നിങ്ങളെ ബോഡിയിലുള്ള നിങ്ങളെ നല്ല നല്ല നിങ്ങളെ കഴിവുകളാവാം, പാട്ട് പാടാനും സംസാരിക്കാനും മറ്റുള്ളവരെ കേൾക്കാനും സഹായിക്കാനും. ഇനി നിങ്ങളെ കണ്ണ്, ഹെയർ, നമുക്ക് നമ്മൾ ഓരോ ഇതുണ്ടാവല്ലോ, എന്റെ ഹൈറ്റ് എനിക്ക്, എന്റെ വെയിറ്റ് എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ ആവാം. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാവും. ഈ രീതിയിൽ ഒരു മിനിമം 100 എഴുതിയിട്ട് ഡെയിലി മോർണിംഗ് എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റിട്ട് അത് എടുത്ത് വായിക്കുക. ഫീൽ ചെയ്യുക, എനിക്ക് ഇതുകൊണ്ട് എന്നെ ഇഷ്ടമാണ്, ഫീൽ ചെയ്യുക. ശരിക്കും നിങ്ങളെ സെൽഫ് വർത്ത്, സെൽഫ് എസ്റ്റീം, എല്ലാം കൂടും, സെൽഫ് ലവ് എല്ലാം കൂടും. നമ്മൾ സ്വയം കോൺഫിഡന്റ്, പ്രൗഡ് ആയിട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് ഡേ ബൈ ഡേ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പോയിന്റ്സ് കിട്ടും. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ചുറ്റുമുള്ളവരിൽ നിന്ന് നമ്മൾ സ്നേഹം കാര്യങ്ങളൊക്കെ പറയാണ്, കിട്ടുന്നില്ല, അതൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് സ്വയത്തിനോട് ചോദിക്കുക. നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ അത് ഒരിക്കലും തിരിച്ചു കിട്ടൂല. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ കപ്പിലോട്ട്, നമ്മളെ ഉള്ളിലോട്ട് നിറക്കുക. നമ്മൾ സ്നേഹം കൊണ്ട് ഇങ്ങനെ ഫില്ലായി കഴിയുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച്, നമ്മളെ തന്നെ പ്രശംസിച്ച്, നമ്മളെ തന്നെ ബഹുമാനിച്ച് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും യാചകരായിട്ട് മാറില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ട്, രാജാവിനെ പോലെ സെർവ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നത് നമുക്കൊരു ബോണസ് ആയിരിക്കും. കാരണം ആവശ്യത്തിന് നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെൽഫിനെ നന്നായിട്ട് സ്നേഹിക്കുക, സെൽഫിനോട് കൈൻഡ്നെസ് ഫീൽ ചെയ്യുക, സെൽഫിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ തന്നെ അതിനെ മനസ്സിലാക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കുക, നമ്മൾ പറയും എനിക്ക് വയ്യാത്തോണ്ടല്ലേ, പക്ഷെ അവര് മനസ്സിലാക്കില്ല. പക്ഷെ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോന്നുണ്ട്. അപ്പം സ്വന്തത്തിനെ ഒരു കുട്ടിയെ പോലെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൈൽഡ്, നിങ്ങളെ ഇന്നർ ചൈൽഡ്, നിങ്ങളെ സെൽഫ് എന്ത് ഉണ്ടാവും, ലൈഫ് ലോങ് നിങ്ങളെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. ഈ വേൾഡ് തന്നെ ഇല്ലെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് തെറ്റ് പറ്റിയാലും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൂടെ ഉണ്ടാവും. ആ കമ്പനി നിങ്ങൾക്ക് മിസ് ആവുമ്പോഴാണ് എന്തോ നഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ എന്റെ കൂടെ ആരും ഇല്ല, ഞാൻ ഒറ്റക്കായ പോലെ തോന്നും. അപ്പൊ ആ കമ്പനി തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരുപാട് ആളുകളെല്ലാം കൂട്ടണ്ടേ, നമ്മളെ ഉള്ളിലുള്ള സെൽഫിനെ തന്നെ ഓക്കെ ആയിട്ട് കൂടെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും, അത് റെഫർ ചെയ്യാം, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാം. ഇനി കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതില് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലിങ്ക് കിട്ടിയത് അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവാനും വീക്ക്ലി നടത്തുന്ന ഫ്രീ സെഷൻസിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ആവാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് കിട്ടിയ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ കാര്യങ്ങൾ അവർ തരും. ഓക്കെ, അപ്പോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. നമ്മുടെ സെഷൻ പറഞ്ഞ സമയത്തിനേക്കാൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്. എനിവേ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നു, നിങ്ങളെ സെൽഫിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തു. ഇതിന് തന്നെ സെൽഫിനോട് പ്രൗഡ് ആകുക, താങ്ക് യു പറയാ. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് സെൽഫ് നിങ്ങൾക്ക് എന്തായാലും റിട്ടേൺ ആയിട്ട് തന്നെ തരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം നമ്മളെ കൂടെ മരിക്കുന്നത് വരെ കൂടെ നിൽക്കേണ്ട ആൾക്കാരാണ് നമ്മളല്ലേ. നമ്മളെ നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെ വേറെ ആര് സ്നേഹിക്കാനാണ്, അത് എപ്പോഴും മനസ്സിൽ ഓർക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളെ ടൈമാണ്. ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടേക്ക് അവേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ട്, ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ആരൊക്കെയാണ് ഇനി നിങ്ങൾക്ക് മൈക്ക് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാട്ടോ. ഹലോ, നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട്. ഓക്കെ, താങ്ക് യു റിഫാന. നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. അതുപോലെ തന്നെ വീക്ക്ലി നമ്മൾ ഫ്രീ സെഷൻസ് നടത്തിയിട്ട് ഇപ്പൊ കുറച്ച് ടൈമായി, ഐ തിങ്ക് 1 മന്തിന്റെ അടുത്താവാനായി. കുറച്ച് ബിസി കാര്യങ്ങളായിരുന്നു. ഈ ഒരു ഫ്രീ സെഷനായിട്ട് ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ പെയ്ഡ് സെഷൻസ് കാര്യങ്ങൾ തന്നെ ആ സമയത്ത് നടന്നു പോകുന്നതുകൊണ്ട്. പക്ഷെ ഞാനിപ്പോ പ്ലാൻ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 10 ഡേയ്സ്, 10 ദിവസമെങ്കിലും മിനിമം കൂടുമ്പോൾ ഈ ഒരു സാറ്റർഡേ ഇതിനായിട്ട് മാറ്റി വെക്കണം എന്നാണ്. ഓക്കെ, കാരണം ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് ചേഞ്ചസ് വരുന്നുണ്ട്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പറയുമ്പോൾ അതിൽ കൂടുതൽ പിന്നെ ഒന്നുമില്ലല്ലോ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ടൈമാണ് ഗൈസ്, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ സെൽഫ് അടിപൊളിയാണ്. നമ്മൾ അതിനൊന്ന് പ്രൗഡ് ആക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്.
എനിവൺ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം. ഇനി അതല്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഹലോ ഹലോ ഹലോ. ഹലോ ആരാ ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ സലാ എന്നാ പറഞ്ഞോളൂ. ക്ലാസ്സെല്ലാം ഉഷാറുള്ള ക്ലാസ്സേനു. പിന്നെ സെൽഫ് ലവ് എന്ന് പറഞ്ഞാല് പത്തില് പത്തെന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പൊ. പിന്നെ കൊറേ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് ഫ്രീ സെക്ഷൻ അല്ലേ ഇനാ? വേറെ ഒരാൾക്ക് നമുക്ക് ലിങ്ക് ഒക്കെ വിട്ടുകൊടുക്കാൻ പറ്റിനി? ഇത് ഫ്രീ വെബിനാർ ആയിരുന്നു. അത് അറിഞ്ഞില്ലട്ടാ. അല്ലാതെ ഞാൻ കൊറേ ആൾക്കാർക്ക് ഇത് വിട്ടുകൊടുക്കേന് എനിക്കിട്ടാ. ഞാനത് അറിഞ്ഞില്ല. ഓക്കെ, നമുക്ക് റെക്കോർഡിംഗ് ഉണ്ടാവും കേട്ടോ. ആ, എന്നാ ഞാൻ വിട്ടുകൊടുത്തോണ്ട്. അല്ല, എല്ലാവർക്കും ഉപകാരപ്പെടുതേ. എന്നുവെച്ചാല് സെൽഫിനെ സ്നേഹിക്കാത്തവർക്കൊക്കെ ഒന്ന് വിട്ടുകൊടുത്താലേ. പിന്നെ കുറെ മാറ്റങ്ങൾ തന്നെയാണ് ഇട്ടാ. കുറെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ സെൽഫിന്റെ ഇത് തുടങ്ങിയ ശേഷം ഭയങ്കര മാറ്റമാണ്. ഇപ്പൊ നമ്മളെ മനസ്സിലേക്ക് ഇനി ആരെന്തായാലും അമ്മ കേൾക്കണ നമ്മളാദ്യം കാണാണ് ഇപ്പൊ. സാറാണ് എല്ലാവർക്കും ഇതിൽ ജോയിൻ ആവാനൊക്കെ, അത് കേൾക്കണവർക്കൊക്കെ ജോയിൻ ആവാനൊക്കെ തോന്നട്ടെ. എന്നായിക്കോട്ടെ, ഞാനിപ്പോ ഹോസ്പിറ്റലിലാണല്ലോ, അതുകൊണ്ടാണ്. താങ്ക് യു. ശരി, അസ്സലാമലൈക്കും. വലൈക്കും സലാം. റംല മാം നമ്മുടെ ഈ ഇപ്പൊ നടക്കുന്ന ബാച്ചിലെ മൈൻഡ് പ്രോഗ്രാമിങ്ങിലെ ബാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ആൾക്ക് ഇത് ഫ്രീ സെഷനാ നാളെ വിചാരിച്ചിട്ടില്ല, കാരണം നാളെ ഇവർക്കുള്ള ഒരു പെയ്ഡ് സെഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ അറിയണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ.